ഇവരിപ്പോഴും എന്തുകൊണ്ടാണ് പിടിക്കുന്നത്? ഇത് നാണമില്ല ഇങ്ങനെ പിടിക്കാൻ. അയ്യേ, എല്ലാ ദിവസവും ബസ്സേ കയറി പിടിക്കുന്ന സവാദും ഈ പോലീസുകാർ എന്നും ചെന്ന് പിടിക്കുന്ന ഇവരും തമ്മിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. അവൻ വേറെണ്ണത്തെ പിടിക്കുന്നു, ഇമാർ ഇവത്തെ പിടിക്കുന്നു. ഇതിനകത്ത് ആര് പിടിക്കുന്ന ഇഷ്ടം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സവാദ് പിടിക്കുന്ന ഇഷ്ടം. വിസ്മയെ വിളിച്ചിരുന്നു, അറിയിച്ചായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് സിനിമയിലോട്ട് പ്രതീക്ഷയുണ്ടോ? ചേട്ടൻ എന്നെ അനുഗ്രഹിക്കണം. പ്രണവിനെ അഭിനയിക്കാൻ താല്പര്യമില്ലെന്ന് പറയാറുണ്ടല്ലോ. പ്രണവിന് നല്ല പരിപാടി. പോക്കറ്റ് മണി മോഹൻലാലിന്റെ മോനെ. ഇപ്പൊ മോഹൻലാലിന്റെ മോളെ ഏത് ഇതിനു മുമ്പ് എന്തോ അഭിനയിച്ച് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? നാടകത്തിൽ അഭിനയിച്ചതോ അല്ലെ ഡാൻസ് കളിച്ചതോ അല്ലെ എന്തെങ്കിലും കല? ഇതെന്താ ഇവിടെ സാധാരണ എടുക്കുന്ന ഇവിടെന്നാന്ന് ചോദിച്ചാൽ ഇവിടുന്ന് എന്തുകൊണ്ട് കലോത്സവം അവിടെയൊക്കെ വന്ന് നവ്യ നായർ ഡാൻസ് കളിച്ചു, കരഞ്ഞു, കഴുകി പോയി. ദിവ്യ ഉണ്ണി ഇങ്ങനെയുള്ളവരൊക്കെ, മഞ്ജു വാര്യർ, കാവ്യമാധവനൊക്കെ അവിടെ നിന്നാണ് വരുന്നത്. പെണ്ണുങ്ങളുടെ കേസിൽ വേറെയാണോ? പെണ്ണുങ്ങളെ കൂടുതലും കുടുംബത്തിൽ നിന്ന് ഇറക്കാറില്ല എന്നിവര്. ഇപ്പോഴായതുകൊണ്ട് ഈ ന്യൂജനായപ്പോഴാണ് ഈ പെൺമക്കളെയൊക്കെ സിനിമയെ കൊണ്ടിരുന്നത്. അതിനു മുമ്പ് പെൺമക്കളെ മമ്മൂട്ടിക്കും മോളൊക്കെ ഉണ്ടാകുന്നതാണ്. അയാളൊന്നും ഇങ്ങോട്ട് വിടത്തില്ലല്ലോ. എന്താ വിട്ട് കഴിഞ്ഞാൽ അവർക്കറിയാം വല്ല ലിക്കയോ വല്ല മീൻകറി വേണം, തൈര് വേണം എന്നൊക്കെ പറഞ്ഞാൽ അതുവഴി പോവും. അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർക്ക് പേടിയായിരുന്നു. ജയറാമിന് മോളുണ്ടാകുന്നു, മോളെ ഒന്നും അങ്ങനെ വിട്ടിട്ടില്ല. സുരേഷ് ഗോപിക്ക് മോളുണ്ടാകുന്നു, അതുകൊണ്ടായിരുന്നു ഇവരൊന്നും പെൺമക്കളെ വിടത്തില്ല. ഇപ്പോഴായി കഴിഞ്ഞിടയ്ക്കാണ് പെൺമക്കളൊക്കെ വന്നു തുടങ്ങി, പ്രതിദിവസത്തിന്റെ മോളൊക്കെ വന്നത്. അത് ഈ സമയമായതുകൊണ്ടാണ്. നേരത്തെ സമയത്ത് ഇങ്ങോട്ട് ഇറക്കാൻ പറ്റത്തില്ല. ഇറക്കി കഴിഞ്ഞാൽ ഈ വാഗതിരിവില്ലാത്തവന്മാർ എല്ലാം കൂടെ നിരന്ന് എന്തോ കാണിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അമ്മയും പെങ്ങളെയൊക്കെ തിരിച്ചറിയാൻ പാടാ. നമസ്കാരം. നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഞാൻ ചെകുത്താനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ കൂടെ ഉള്ളത് ചെകുത്താനാണ്. നമസ്കാരം. നമസ്കാരം. മുമ്പ് കണ്ടിട്ടില്ല. ഒരു വെറൈറ്റി ഇൻട്രോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ മിനിഞ്ഞാന്നല്ലേ കണ്ടത്? ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ടതേ ഉള്ളൂ. പക്ഷെ ചെകുത്താൻ എന്നുള്ള പേര് കൺസെപ്റ്റിലുള്ളതല്ല. പുതുമ വേണ്ടേ? പുതുമയുള്ളൊരു ഇൻട്രോ. ലാലേട്ടന്റെ കടുത്താരാധനായിരുന്നു. ആയിരുന്നു, പിന്നെ അത് മാറി. സ്ഫടികത്തിലെ ലാലേട്ടന്റെ അവിടെ ഉണ്ട്. ലാലേട്ടന്റെ പ്രശ്നമില്ല, ഫാൻസായിട്ടാണ് പ്രശ്നം. ഇപ്പൊ ലാലേട്ടന്റെ മകള് വിസ്മയ സിനിമയിലേക്ക് വരുന്നുണ്ടല്ലോ, അറിഞ്ഞായിരുന്നോ? അറിഞ്ഞു. എന്നോട് പറഞ്ഞാന്ന് വരുന്നതിന് മുമ്പ്. ഓ, വിസ്മയെ വിളിച്ചിരുന്നു, അറിയിച്ചായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് സിനിമയിലോട്ട്. പ്രതീക്ഷയുണ്ടോ? ചേട്ടൻ എന്നെ അനുഗ്രഹിക്കണം. പ്രതീക്ഷയോ? അപ്പൊ സിനിമ എങ്ങനെയായിരിക്കും? ഒരു ആക്ഷൻ പടാൻ തോന്നുന്നു പോസ്റ്റർ കണ്ടപ്പോ. എന്ത് വേണം ചെയ്യാലോ. ഈ മക്കളൊക്കെ വന്ന് അഭിനയിക്കുന്നത് കണ്ടിട്ട് എല്ലാവർക്കും അഭിനയിക്കാൻ അറിയാവുന്നവരാണ് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വേറെണ്ണം കൂടെ, അത്രേ ഉള്ളൂ. എല്ലാം ഇപ്പൊ ആരാ ഇവിടെ അഭിനയിക്കുന്നവര്? എല്ലാം മക്കളല്ലേ. ആക്ടിങ് മാത്രമല്ല, ഡയറക്ഷനിലും ടെക്നിക്കലായിട്ടും എല്ലായിടത്തും ഇപ്പൊ മക്കള് തന്നെ. പലരുടെയും മക്കളകത്തിരിക്കുന്നതിന്റെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നത്. അങ്ങനെ ഇടയ്ക്കൊക്കെ ഒത്തിരി കുറച്ചുപേരൊക്കെ വരാറുണ്ട്. പക്ഷെ ഇൻഡസ്ട്രിയിൽ ഓൾഡുള്ള ഇവർക്കാ. എല്ലാവരുടെയും മക്കള് ചിലപ്പോൾ ഫേമസ് ആയെന്ന് വരത്തില്ല. ഇപ്പൊ ആറാറിന്റെ അപ്പം ഭയങ്കര വലിയ മാനേജറാണ് എന്ന് ഞങ്ങൾ ആയില്ലല്ലോ. അതുപോലുള്ള പീസൊക്കെ ചിലപ്പോൾ തെറിച്ചു പോകും. ബാക്കിയൊക്കെ ഇവിടെ വരും. പിന്നെ ഇവിടെ ഉള്ളത് കാണുന്ന മൊത്തം ഇതാ. ഇന്ത്യ മൊത്തം ഇങ്ങനെ. അത് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലാണെങ്കിലും ബോളിവുഡിലാണെങ്കിലും അങ്ങനെയാ. ഹോളിവുഡിലില്ല. അവിടെ പിന്നെ ഒന്നും നടക്കത്തില്ല. അവിടെ അവർക്ക് ഇങ്ങനത്തെ രീതിയിലല്ലോ ജീവിതം. നമ്മുടെ ഇവിടെയാണ് കുടുംബത്തിലല്ലോ നിൽക്കുന്നത്. അതിന്റെ ഇപ്പൊ നമ്മുടെ സാധാരണക്കാരായ ഒരു ഓട്ടോ ഡ്രൈവർ ആയിരിക്കാം, അയാളുടെ മക്കളെ അയാൾക്ക് എഞ്ചിനീയർ ആക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ മക്കളെ അയാൾക്ക് ഓട്ടോ ഡ്രൈവർ ആക്കാൻ ആഗ്രഹമില്ല, അല്ലെങ്കിൽ ബസ് ഡ്രൈവർ ആയാലും. ഞാൻ പറയുന്ന അനുസരിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാന്റെ ഭാഗത്തിൽ എല്ലാ സിനിമാടന്മാരാകേണ്ടവരാണ്. ആഗ്രഹിച്ചല്ലോ. ചോയ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചോയ്സ് ആയി. പപ്പ എനിക്ക് സിനിമയിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവർക്കല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. നേരത്തെ ആൾക്ക് വന്നിട്ട് ഈ പറഞ്ഞ പോലെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ? പ്രണവിനെ അഭിനയിക്കാൻ താല്പര്യമില്ലെന്ന് പറയാറുണ്ടല്ലോ. പ്രണവിന്
പ്രണയാഗ്രഹങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയാണ് എന്നിട്ടാണ് ആ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. നല്ല പരിപാടി, പോക്കറ്റ് മണി, മോഹൻലാലിന്റെ മോനെ. ഈ മക്കള് അഭിനയിക്കുന്നത് ഒരു നിർബന്ധിതമായിട്ട് അവൻ പെട്രോൾ പമ്പ് എന്നിരുന്ന കുറച്ചൊരു രസം ഉണ്ടാകും പോക്കറ്റ് മണിക്ക് വേണ്ടി ഒരു രസത്തിന്. അത് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ വെയിറ്റർ ആയിട്ടോ വല്ല മക്ഡൊണാൾഡ്സിലൊക്കെ പോയി നിൽക്കുകയാണ് പോക്കറ്റ് മണിക്ക്. അത് ചിലർക്ക് ഒരു ക്രേസ് ഉണ്ടാവുമല്ലോ. ഒത്തിരി പേർക്ക് ഈ ക്രേസ് ഉണ്ടോ. പക്ഷെ സിനിമയിൽ അഭിനയിക്കുന്നത് ഈ ഹോൾഡ് വേണം, അത്രേ ഉള്ളൂ, സിമ്പിൾ. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ സ്ക്രീൻ ടെസ്റ്റ് എന്തൊക്കെ ടെസ്റ്റാ. ഒരാൾ അഭിനയിക്കാൻ പോയാൽ അവൻ അഭിനയത്തിന്റെ അങ്ങ് പഠിച്ചങ്ങ് അറ്റം എത്തിയ പോലെ എന്നാലേ അവർ എടുക്കത്തുള്ളൂ. അങ്ങനെ കയറി വന്നവരെ ഈ ബാക്കിയുള്ളവരൊക്കെ. പിന്നെ ചിലര് റീൽസ് വഴിയൊക്കെ ഹിറ്റായി അങ്ങനെ വരുമ്പോൾ കയറി പോകുന്നു, അത്രേ നടന്നിട്ടുള്ളൂ. അല്ലാതെ ഇൻഡസ്ട്രിയിലെ ഹോൾഡ് ഉള്ളത് അവർക്ക് മാത്രമാണ്. അതിന് ഇവിടെ നീ കണ്ട് ഈ പറഞ്ഞ വിനീത് ശ്രീനിവാസൻ എന്ത് കൺസിസ്റ്റൻസിയാ ഉള്ളത്? അല്ല ധ്യാൻ എന്താ ഉള്ളത്? എത്ര പടം ചെയ്തു? അങ്ങനെ ആർക്കെങ്കിലും സാധാരണക്കാർക്ക് അവസരം കിട്ടുമോ ഇത്രയും പടം ചെയ്യാൻ? ഒരുത്തൻ ഒരു പ്രാവശ്യം ചെയ്യും, ഔട്ടാ. അതാണ്. ഇപ്പൊ മോഹൻലാലിന്റെ മോളെ ഏത് ഇതിനു മുമ്പ് എന്തോ അഭിനയിച്ച് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? നാടകത്തിൽ അഭിനയിച്ചതോ അല്ലെ ഡാൻസ് കളിച്ചതോ അല്ലെ എന്തെങ്കിലും കല? ഇതെന്താ ഇവിടെ സാധാരണ എടുക്കുന്ന ഇവിടെന്നാന്ന് ചോദിച്ചാൽ ഇവിടുന്ന് എന്തുകൊണ്ട് കലോത്സവം അവിടെയൊക്കെ വന്ന് നവ്യ നായർ ഡാൻസ് കളിച്ചു, കരഞ്ഞു, കഴുകി പോയി. ദിവ്യ ഉണ്ണി ഇങ്ങനെയുള്ളവരൊക്കെ, മഞ്ജു വാര്യർ, കാവ്യമാതൊക്കെ അവിടെ നിന്നാണ് വരുന്നത്. അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒന്നുമില്ല. ഇവളന്മാരെ ഇത്ര നാള് എങ്ങാണ്ടൊക്കെ ഇരുന്ന് നടന്ന് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി അവസാനം ആയപ്പോ ഓക്കെ എന്നാ സിനിമയിൽ അഭിനയിച്ചേക്കാൻ തോന്നുമ്പോ എന്ന് അഭിനയിക്കുന്നു, അത്രേ ഉള്ളൂ. അതല്ല ഈ നാടകത്തിലും ഇതിലും ഡാൻസ് ഡാൻസ് അറിയാൻ എല്ലാവരും ആകത്തില്ലെന്ന്. അഭിനയിക്കാൻ എല്ലാവർക്കും കഴിവുണ്ടൊന്നുമില്ല. പെണ്ണുങ്ങളുടെ കേസിൽ വേറെയാണോ? പെണ്ണുങ്ങളെ കൂടുതലും കുടുംബത്തിൽ നിന്ന് ഇറക്കാറില്ല എന്നിവര്. ഇപ്പോഴായതുകൊണ്ട് ഈ ന്യൂജനായപ്പോഴാണ് ഈ പെൺമക്കളെയൊക്കെ സിനിമയെ കൊണ്ടിരുന്നത്. അതിനു മുമ്പ് പെൺമക്കള് മമ്മൂട്ടിക്കും മോളൊക്കെ ഉണ്ടാകുന്നതാണ്. അയാളൊന്നും ഇങ്ങോട്ട് വിടത്തില്ലല്ലോ. എന്താ വിട്ട് കഴിഞ്ഞാല് അവർക്കറിയാം വല്ല ലിക്കയോ വല്ല മീൻകറി വേണം, തൈര് വേണം എന്നൊക്കെ പറഞ്ഞാൽ അതുവഴി പോവും. അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർക്ക് പേടിയായിരുന്നു. ജയറാമിന് മോളുണ്ടാകുന്നു, മോളെ ഒന്നും അങ്ങനെ വിട്ടിട്ടില്ല. സുരേഷ് ഗോപിക്ക് മോളുണ്ടാകുന്നു, അതുകൊണ്ടായിരുന്നു ഇവരൊന്നും പെൺമക്കളെ വിടത്തില്ല. ഇപ്പോഴായി കഴിഞ്ഞിടയ്ക്കാണ് പെൺമക്കളൊക്കെ വന്നു തുടങ്ങി, പ്രതിദിവസത്തിന്റെ മോളൊക്കെ വന്നത്. അത് ഈ സമയം ആയതുകൊണ്ടാണ്. നേരത്തെ സമയത്ത് ഇങ്ങോട്ട് ഇറക്കാൻ പറ്റത്തില്ല. ഇറക്കി കഴിഞ്ഞാൽ ഈ വാകുതിരിവില്ലാത്തവന്മാർ എല്ലാം കൂടെ നിരന്ന് എന്തോ കാണിക്കുന്നു പറയാൻ പറ്റത്തില്ല. അമ്മയും പെങ്ങളെയൊക്കെ തിരിച്ചറിയാൻ പാടാ. ആ സെൻസ് വർക്ക് ചെയ്യുന്നില്ല, മനസ്സിലായോ? അതാണ് അവിടുത്തെ ശരിക്കുള്ള അവസ്ഥ. അല്ല ഇങ്ങനെ കാണിക്കത്തില്ല. കൊച്ചു പെൺപിള്ളേരൊക്കെ പിടിച്ചുകൊണ്ട് റൂമിൽ കൊണ്ടിരുത്തിയിട്ട് അവന് ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറയുന്നതൊക്കെ എവിടുത്തെ അവൻ ആരെയാണെങ്കിലും അങ്ങനെ ചെയ്യത്തുള്ളൂ. പിന്നെ അല്ലേ പേടി വേണം, മനസ്സിലായി? ഇപ്പൊ നമ്മൾ കാണുന്ന മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ സുരേഷ് ഗോപിയുടെ മക്കള് സേഫ് ആയിരിക്കും. പക്ഷെ അതുപോലെ ആയിരിക്കത്തില്ല വല്ല വേറെ ഈ സൈഡ് ആർട്ടിസ്റ്റോ അങ്ങനെയുള്ളവരുടെ പെൺമക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരെ തന്നെ വിലയില്ല, മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അവരുടെ മോള് വന്നാൽ അവനെന്താ പേടിയാ. ഇതുപോലെ ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരു മേഖലയിലും വരാൻ പറ്റില്ലല്ലോ. ഒരു മേഖലയിലും വരികയല്ല. ഇപ്പൊ നഴ്സിംഗിലും ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ അങ്ങനെ അത് 100% അവിടെ അതിനു വേണ്ടി മാത്രം നിന്നൊന്നും നടക്കത്തില്ല. അവിടെ ജോലിയും കൂടെ അറിഞ്ഞിരിക്കണം. ഇവിടെ അങ്ങനൊന്നും ഇല്ല. ഇവിടെ സൈഡിൽ കൊണ്ട് നിർത്തി എന്തെങ്കിലും കാണിച്ചാലും പെണ്ണുങ്ങൾ ഇവിടെ ഭയങ്കര പ്രധാന വേഷത്തിലുള്ളത് മലയാള സിനിമയിൽ എത്ര പടമുണ്ട്? ഏതാ? ആരൊക്കെയാ? ഈ മഞ്ജുവാരി വന്നിട്ടുണ്ട്, ഉർവശി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ശോഭന വന്നിട്ടുണ്ട്. കഥാപാത്രങ്ങൾ ഉണ്ടാവുക. നമ്മൾ എത്ര നാളായിട്ട് നമ്മൾ എത്ര നാളെ അംഗീകരിച്ചിട്ടുണ്ട്? നമ്മൾ സമൂഹം എത്ര നാളായിട്ട് ഈ പറയുന്ന ഈ സ്ത്രീ കഥാപാത്രം ശക്തമായ നമ്മൾ സീരിയലിൽ കാണുമ്പോൾ അത്രേ ഉള്ളൂ. വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ അവിടെ കഥാപാത്രങ്ങൾക്ക് മൂല്യമുള്ള സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട്, മമത ചെയ്യുന്നുണ്ട്, കിട്ടും. അവർക്ക് കിട്ടാതെ കിട്ടുന്നില്ല. കിട്ടിയിട്ടുണ്ടാവും. അതുപോലെയാണ് 1000 പടത്തിനകത്തൊന്നായിരിക്കും 2 എണ്ണം കിട്ടും. അതേപോലത്തെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഹിറ്റ് ആവണ്ടേ? ഈ പറയുന്ന നിർമ്മാതാക്കളുടെ പൈസ കൊടുക്കണ്ടേ? എല്ലാ കലാമൂല്യത്തിനും എന്ത് നടത്തണ്ടേ? ഏത് കച്ചവടം നടത്തുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് അവർ എപ്പോഴും ആയി തുടങ്ങിയെന്നാ പറഞ്ഞത്. മനസ്സിലായി. ഇവിടെ നടക്കുന്നില്ല. അപ്പൊ അവിടെ നടികൾ മൊത്തത്തിൽ സൈഡാ. ഏത് സിനിമയിലാണ് ഈ നായകൻ നിന്ന് സ്ത്രീയെന്ന് വാർത്തില്ല. ഇതിപ്പോ എല്ലാ ലാംഗ്വേജിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇന്ത്യയിൽ അങ്ങനെ മൊത്തം ഇന്ത്യൻ മൂവീസ് നോക്ക്. ഇന്ത്യയിൽ എന്ത് നടക്കുന്നത്? മലയാളത്തിൽ മാത്രമല്ല, മലയാളത്തിൽ മാത്രം. പിന്നെ വെല്ലവനും ഇടയ്ക്കൊന്നും വന്ന് രൺബീർ സിംഗ് എന്നാണ്ട് പറഞ്ഞു. എന്താണ് അവന്റെ പേര്? ആ ചെറുക്കനൊക്കെ ആത്മഹത്യ ചെയ്യുക ഡിപ്രഷൻ കാരണം. അതെ തന്നെ. അങ്ങനെയുള്ളവർ എന്താ ഡിപ്രഷൻ അടിക്കും. മറ്റവർക്ക് ഒരു കുഴപ്പമില്ല. തമിഴിലെന്തോ ആരാ വല്ല വിജയ് സേതുപതി വല്ലതും ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പുറത്തുനിന്നൊക്കെ വന്ന ഒരാള്. അങ്ങനെ ഒരിക്കലും ഇടയ്ക്ക് കയറി വരാൻ പറ്റും. ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ട്. അങ്ങനെ സിനിമ എടുക്കുന്നവരുള്ളത് കൊണ്ട് നടക്കും.
അല്ലാതെ ഇവരുടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പുരുഷമേധാവിത്വം. അതെ, പുരുഷ സംഘടന ആളാണ്. ഞാൻ പുരുഷ ആളല്ല, ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ നമ്മുടെ സവാദ് സവാദിന്റെ മാലിട്ടൊക്കെ വെച്ചിട്ട് വീണ്ടും അവിടെ പോയതെന്തിന്? അതല്ല ഞാൻ പറഞ്ഞ പുരുഷ സംഘടന മാലിട്ട് അവര് അവിടെ പോയി വാലിടുന്നു. ഞാൻ ഇപ്പുറത്ത് വേറെ കാര്യം പറയുന്നത്. ഞാൻ പറഞ്ഞ അതേ കാര്യം പിടിച്ചപ്പോഴും മതി, അവൻ പ്രശ്നമുള്ള ആളാണ്, അവന് ട്രീറ്റ്മെന്റാ വേണ്ടെന്ന് പറയാനാ പോയത്. അവിടെ നിന്ന് പറഞ്ഞു, മീഡിയയിലൊക്കെ ഒത്തിരി വന്നല്ലോ. ഞാൻ പോയൊന്നുമല്ല, മാലയിടാൻ പോയവരല്ലാത്തവരും അവിടെ ഉണ്ട്. മീഡിയക്കാർ എന്തിനാ പോയത്? നിങ്ങൾ മാലയിട്ട് സ്വീകരിക്കാൻ പോയതെന്നല്ല, ഒത്തിരി മീഡിയക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ മാക്കൂടെ പോയത്. ഞങ്ങൾക്ക് ഹാഷ് ക്രോ എന്ന് ചാനൽ ഉണ്ടാകുന്നുണ്ട്. കൂടാതെ എനിക്ക് ഇതിൻ്റെ ഡയലോഗ് അവിടെ നിന്ന് പറയണമെന്നുണ്ടാകും. കാരണം ഇങ്ങനെ അവമാനിക്കാൻ പാടില്ല ഒരു രോഗമുള്ളവർ. തനിക്കൊരാൾക്ക് ക്യാൻസർ ഉണ്ട്, മുടി പോയവണ്ടെ മുട്ട എന്ന് വെച്ച് കളിയാക്കുമോ, അല്ലെ ഞൊണ്ടാന്ന് കളിയാക്കുമോ എന്ന് പറഞ്ഞാലേ ഉള്ളൂ. ഇയാൾക്ക് ഇതാ പ്രശ്നം. ഞാൻ അയാളെ പിന്നെയും ഞാൻ കോയമ്പത്തൂർ വെച്ച് കണ്ടിരുന്നു. അന്ന് ഇതുപോലെ ബസ്സിൽ പോകുന്നു, പാലക്കാട് വീണ്ടും അപ്പോഴേ ഞങ്ങൾ പറഞ്ഞു, ഇവൻ ഒന്നും ആയിട്ടില്ല, ഇവന് ചികിത്സ കിട്ടിയിട്ടില്ല, അല്ല ആരും പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റിന് പകരം ഇപ്പൊ സപ്പോർട്ട് എൻകറേജ്മെന്റ് അല്ലേ ചെയ്യുന്നോണ്ടിരിക്കുന്നത്. എൻകറേജ് ചെയ്യത്തില്ല, പക്ഷെ ഇതിനെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും ഇത് തുടർന്നുകൊണ്ടിരിക്കും. വീട്ടുകാർക്ക് നോക്കാനൊന്നും പറ്റത്തില്ലായിരിക്കും, ചിലപ്പോൾ എങ്ങോട്ടേലും പോട്ടെന്ന് അവന് വിടുന്നതായിരിക്കും. അപ്പൊ അവൻ ഇനിയും പിടിക്കുമല്ലോ. അസോസിയേഷൻ സപ്പോർട്ട് അവനെ ഇനി ഇറക്കി വിട്ട് അവനെ ഇനിയും പിടിക്കും. ഞാൻ സവാദ് എന്നുള്ള ഇതുപോലെ ഒരുപാട് ആളുകൾ ഉണ്ടാവുമായിരിക്കും. ഓ, ഇത് ആകെ ഒരാളെ കണ്ടുപിടിച്ചിട്ടുള്ള പോലെ എല്ലാ ബസ് സ്റ്റോപ്പിലും. പക്ഷെ ഈ പറഞ്ഞ പോലെ ആ പെൺകുട്ടി പറയുന്നത് ഞാൻ വിശ്വസിച്ചില്ല, പിന്നെ അതിന് വിശ്വസിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിശ്വസിക്കാത്തതിന്റെ പ്രശ്നമല്ലത്. അവരെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല, അത്രേ ഉള്ളൂ. താനീ ഒരു അസുഖമുള്ള ഒരാളെ ഇങ്ങനെ ആരെ ഇൻസൾട്ട് ചെയ്യുന്നത്? അതിനുള്ള വിവരം ഇല്ലാത്തവളെ എന്ത് ചെയ്യും? അതാ അവിടെ അതിന് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇങ്ങനല്ലടോ. ഇവിടെ അതിന്റെ പ്രശ്നം നടക്കുന്നത് പോലീസിലാ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. തനിക്കൊരു കോൾ ചെയ്ത് ഇത് അറിയിക്കാൻ പറ്റത്തില്ല. താൻ അറിയിക്കേണ്ട പോലീസിനെ അല്ല ശരിക്കും പറഞ്ഞത്. ഏതെങ്കിലും ഈ ആരോഗ്യ സുരക്ഷാ വകുപ്പിന് വേണം ഇങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റ്, അല്ലാതെ പോലീസിനല്ല അത് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒരാൾ ഈ മാനസികാരോഗ്യ നില തെറ്റിയിരിക്കുന്ന ഒരാളെ ഞാൻ കാണുന്നു, ഇന്നിടത്തുണ്ട്, അവർ വരണം. അല്ലാതെ അത് പോലീസ് കൊണ്ട് ജയിലിലിട്ടിട്ട് തിരിച്ചു വിട്ടു അവിടെ നിന്ന് അവന് വല്ലോ സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്ക് പിള്ളേർക്കൊക്കെ കിട്ടും. താൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എടുത്ത് പിടിച്ചിട്ടില്ലേ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതല്ല, എല്ലാ പിള്ളേർക്കും 10ിലല്ല, ചിലപ്പോൾ ഈ ഒരു പ്രായത്തിൽ, അതായത് കോളേജ് കഴിയുമ്പോൾ നിൽക്കും. ജോലി സ്ഥലത്ത് പോകുമ്പോൾ പിടിക്കാറില്ല. ആ വേഷം കണ്ട പിടിക്കത്തില്ല ഇവർ കൂടുതലും. സ്കൂൾ പിള്ളേരെ പിടിക്കുന്നത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരെ ഇത് എതിർത്ത് കഴിയുന്ന സമയത്ത്, ഒച്ചപ്പാടും വേണമൊക്കെ കഴിയുന്ന സമയത്ത് അവർ പറയും, അവർക്ക് സ്ത്രീകളോട് ഇങ്ങനെ അതിക്രമം കാണിക്കുന്നവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഇതായി മാറില്ലെന്ന് ചോദിക്കുകയാണ് ഞാൻ. രക്ഷപ്പെടുകയല്ല ചെയ്യുന്നതാണ്. ഇവരെ പ്രോപ്പറായിട്ട് നമ്മൾ ഈ പറയുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുപോലത്തെ ആരോഗ്യ സുരക്ഷാ വകുപ്പിന്റെ അണ്ടറിലുള്ള ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിലോട്ടാണെങ്കിൽ അവരെ ഐഡന്റിഫൈ ചെയ്ത് അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ വീട്ടുകാരെ കൂടെ അറിയിച്ച്, ഇനി ഇയാൾ ഇതുപോലെ ഇറങ്ങി നടന്നാൽ തന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടി നടക്കുവാണെങ്കിൽ കുറച്ചൊക്കെ ഒതുങ്ങി ഇരുത്തണം. അല്ല പിന്നെ ഇയാളെ അങ്ങനത്തെ ജോലിക്ക് വല്ലതും പറഞ്ഞു വേണം. എന്നാൽ ഇരിക്കത്തില്ല ഇവര്. പാടാ, ഇവരെ റെസ്ട്രിക്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഒത്തിരി റെസ്ട്രിക്ഷൻസ് വേണ്ടി വരും. ബസ്സുകാർക്ക് അറിഞ്ഞിരിക്കണം, ഇങ്ങനെ പ്രശ്നക്കാരൻ അവർ കയറ്റരുത്. മനസ്സിലാവുന്നുണ്ടോ? ഇയാളെ അറിയാത്തതൊന്നുമല്ല. സവാദിനെ കേരളത്തിൽ ആർക്കും അറിയാത്ത, എന്നിട്ട് എങ്ങനെയാ ബസ്സിൽ കയറുന്നവൻ? അവനെ റെസ്ട്രിക്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. ചെയ്യുന്നില്ല. പിന്നെ ഇവന്റെ ഒരു കാർഡും വേണം. എന്തെങ്കിലും പിടിക്കപ്പെട്ട ഇതെടുത്ത് കാണിച്ചോളാനും പറഞ്ഞു, അറിയാതെ പറ്റിയതാണ്. കാരണം അവൻ അറിയുന്നില്ലല്ലോ, അവൻ നോർമലല്ലോ. തന്നെ കൊണ്ട് പറ്റും ഇങ്ങനെ പോയി ബസ്സിൽ ഇങ്ങനെ കാണിക്കുക. അത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല, അവനെ കൊണ്ട് പറ്റും. അപ്പൊ അവൻ അബ്നോർമൽ, അത്രേ ഉള്ളൂ. പക്ഷേ ഈ ട്രീറ്റ്മെന്റിന് വരെ ഈ മാല ഇടുന്നത് ശരിയാണോ? അത് അവരുടെ പബ്ലിസിറ്റിക്ക് ഈ മറ്റേമാര് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യാനാ? മാലയിട്ട കേസ് വിട്ടേക്ക്. മാല ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കിട്ടാൻ വന്ന ആളെ ഇവിടെ ഇത്രയും അബ്യൂസ് ചെയ്ത്, അല്ല എന്താ പറഞ്ഞാൽ ഹരാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ നാട്ടുകാർ മൊത്തം അവനെ പീഡിപ്പിച്ചു. ആ സമയത്ത് പുരുഷ സംഘടന എന്ന് പറഞ്ഞവർ വന്ന് ജസ്റ്റ് ആ പീഡനത്തിന്റെ ഒരു എന്താ പറയണ്ടേ, ആ കേട് മാറ്റാൻ വേണമെങ്കിൽ ഇങ്ങനെ കാണിച്ചു. നിന്നെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അത് അവരുടെ പരിപാടി കഴിഞ്ഞു. പക്ഷെ അവിടെ അവർ എത്തരുത്, അതേ പറയുന്നുള്ളൂ. അല്ലാതെ അവർ ചെയ്തു ഇവർ ചെയ്തു അത് രണ്ടാമത്തെ കേസ്. അത് ഇതിനായിട്ട് യാതൊരു ബന്ധമില്ല, ഈ അസുഖമായിട്ട് യാതൊരു ബന്ധമില്ല. അത് സൊസൈറ്റി എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ള പോലത്തെ ഒരു സാധനം അവർ ചെയ്യുന്നു. പുരുഷ സംഘടനയാണ് അങ്ങനെ ചെയ്യുന്നവരാ. അവരതിനെ സപ്പോർട്ടിങ് അല്ല, ആ ഒരു നാണക്കേട് ഒഴിവാക്കാൻ എന്തെങ്കിലും ഒന്ന്. ഇയാൾ ഇനി പുറത്തിറങ്ങി ആത്മഹത്യ ആയിരിക്കുമല്ലോ, ഒന്നുമില്ലേ? പക്ഷെ അവർക്കത് പിന്നെ ചെയ്യാനുള്ള ഒരു ഇതല്ല. ഇതിനകത്ത് ഇവരായിരിക്കത്തില്ല ആത്മഹത്യ ചെയ്യുന്നത്, ഇവന്റെ പെങ്ങളായിരിക്കുന്നില്ല ആത്മഹത്യ ചെയ്യുന്നത്. അതിനെ പബ്ലിക് ആക്കി കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ആർക്കുണ്ടെന്ന് ആർക്കറിയാം. ഈ പെണ്ണെന്ത് വിചാരിച്ചുകൊണ്ട് അവള് അത്രയും വേളം ഉണ്ടാക്കിയത്? ഇത് ആർക്കും വരാം. ഇത് നമ്മൾ ഇറങ്ങി പോകുന്ന വഴിക്ക് സ്റ്റെപ്പ് തന്നെ വീണാൽ മതി. ചിലപ്പോൾ നാളെ തൊട്ട് ഞാൻ തുണിയില്ലാതെ നടക്കും. ഇതുപോലത്തുള്ള കാര്യങ്ങൾ വരുമ്പോ നമ്മള് പബ്ലിക് അവയർനെസ് ആണ് കൊടുക്കുന്നത്. അവർക്ക് കാര്യമായ എല്ലാ ആളുകളും അയ്യോ അവയർനെസ് ഒന്നും അല്ല ഇത് ട്രീറ്റ് ചെയ്യേണ്ട ഇങ്ങനെ അല്ലെന്നേ. ഇപ്പൊ അമേരിക്ക ഞാൻ ഇതേ സംഭവം ഉണ്ടായപ്പോ ജസ്റ്റ് ന്യൂസുകൾ നോക്കി, ഇന്റർനാഷണൽ ന്യൂസ് നോക്കുമ്പോൾ ഒരു വീഡിയോ മാത്രമേ കിടപ്പുള്ളൂ, പബ്ലിക് മാസ്റ്റുർബേഷൻ ഒരെണ്ണം. അത് അല്ലാതെ വേറെ അത് മെയിൻ ചാനൽസിനൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരിടത്തും. നമ്മുടെ ഇവിടെ ആണെങ്കിലും ഇന്ത്യയിലോട്ട് കയറി കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കാണുന്നത്.
മാസ്റ്റുർബേഷൻ പബ്ലിക് പ്ലേസ് എന്ന് പറയുമ്പോൾ അടിച്ച് നോക്കുന്നതാണ്. ഇപ്പോൾ വേണം നോക്കി ഗൂഗിൾ എടുത്ത് അടിച്ച് നോക്കിയാൽ ഇന്റർനാഷണൽ ന്യൂസിൽ നല്ല ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്യത്തില്ല, അവർക്ക് ചെയ്യേണ്ടി വരത്തില്ല. കാരണം അവരുടെ സിസ്റ്റം വേറെയാണ്. അവിടെ ഇത് കാണിച്ച് ഇവർ അപമാനിക്കാൻ പാടില്ലെന്ന് തന്നെ ഉണ്ട്, മനസ്സിലായി. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ എന്ത് കാണിച്ചാലും ഇപ്പൊ ആറാട്ടിനെ പെരേരം പോലത്തെ എന്താ UK ന്യൂസിലും ഇല്ലാത്ത അവിടെ എന്തെങ്കിലുമുള്ള ആൾക്കാരില്ലേ, അവരെ കൊണ്ടൊന്നും വെക്കത്തില്ല, അത്രേ ഉള്ളൂ. അതിനുള്ള മര്യാദയും മാന്യതയും അവിടെ ഉള്ളവർക്കുണ്ട്, ഇവിടെ ഉള്ളവർക്ക് അതില്ല. ആരും നമുക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണെന്ന് കണ്ടു ചിരിക്കുക, ഇവരെ പൊട്ട് കളിപ്പിക്കുക, അവരുടെ പൊട്ടത്തരം കണ്ട് രസിക്കുക. ഞാനും രസിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. പക്ഷെ ഞാൻ ആ വർഷത്തിൽ 4 പ്രാവശ്യം രസിക്കാറുള്ളൂ. അതിനൊരു മൂഡ് വരും, അപ്പോഴേ ചെയ്യത്തുള്ളൂ. അതല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ കുട്ടികളൊക്കെ അബ്യൂസ് ചെയ്യുന്നവര് ചെറിയ ചെറിയ അതും പുറത്തു വരത്തില്ലല്ലോ. താൻ ഇവിടെ ഒന്നും പടമൊന്നും വെക്കത്തില്ല പുറത്താണേലും. ഇവിടെ ഈ പറഞ്ഞ ആൾക്കാരെ തന്നെ താനെന്താ വിചാരിച്ചത്? എന്റെ നാട്ടിലുള്ളവരെ എനിക്കറിയാം ആരൊക്കെ പ്രശ്നക്കാരെന്ന്. ഇവര് നോക്കുന്നില്ല ആരും. ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ഒരു വട്ടം ഇറങ്ങിയിട്ടുണ്ട്, ഇവന് ഇന്ന പോലെ പ്രശ്നമുള്ളതിനാണ്, വണ്ടി സ്പീഡിൽ ഓടിക്കുന്നതാണ്, ഇവന് ഒരു സാരിങ്ങനെ വണ്ടി ഇടിച്ച് കൊല്ലുന്ന വരെ നിങ്ങൾ ഈ കളി കണ്ടുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. 4 വർഷം കഴിഞ്ഞപ്പോൾ കേൾക്കുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വലിയ ഇടിച്ച് അവർ മരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇവന് വണ്ടി ഇനിയില്ല, അവൻ്റെ എല്ലാം കട്ട് ചെയ്തു, ആരും വണ്ടി കൊടുക്കാതായി. എന്നാൽ ഇതിന് മുമ്പ് ഇവനെ എന്ത് പിടിക്കാൻ അന്നേ ഞാൻ പറഞ്ഞാ. അങ്ങനെ ഒത്തിരി കേസുണ്ട്. അവർ പാസ്റ്റർമാരൊക്കെ എടുത്തുകൊണ്ട് ഇവനെ തുള്ളിക്കുകയും ചാടിക്കുകയൊക്കെ ചെയ്യും. ഇവൻ എണ്ണം കിടന്നിട്ട് ഭർത്താവ് തൊട്ടേ ശരിയായെന്ന് പറഞ്ഞ് നമ്മൾ പോവുകയും ചെയ്യും. മാനസിക നില തെറ്റിയതാണ്. മെഡിക്കൽ നല്ല ട്രീറ്റ്മെന്റ് കൊടുത്ത് ഇരുത്തേണ്ട ആളാണ്. ചിലരെ പുറത്തിറക്കാൻ പറ്റത്തില്ല, ചിലരെ പൂട്ടിയിടേണ്ടി വരും. അതിന്റെ സിവിയറിറ്റി അനുസരിച്ചാ. ഇതിനെയൊക്കെ ഈ പറഞ്ഞ പോലെ റെസ്ട്രിക്ട് ചെയ്യാൻ ബസ്സേ കയറ്റാൻ പറ്റത്തില്ല, അത്രേ ഉള്ളൂ. അവരെ അറിഞ്ഞിരിക്കണം, എല്ലാ ആൾക്കാരും ഇത് അറിഞ്ഞിരിക്കണം ഇവരെ പറ്റി. എന്താ ഇവർക്കൊക്കെ മീറ്റിംഗ് ഒന്നും കൂടരുത്? ഈ ബസ് ഡ്രൈവേഴ്സും കണ്ടക്ടേഴ്സും ഒക്കെ ഇങ്ങനെയുള്ള പണം കണ്ടല്ലേ ഇവന് വാർത്ത വന്നാലേ ഇവനെ പിന്നെ എന്തിനു കയറ്റിയത്? എല്ലാം അവൻ കൃത്യമായിട്ട് ഈ ആണുങ്ങളുടെ സീറ്റിലേ ഇരുത്താവും. ഇവൻ എങ്ങനെ പെണ്ണുങ്ങളുടെ സീറ്റിൽ തന്നെ അവന് കൃത്യമായിട്ട് ഇരിക്കും. എല്ലാ ബസ്സിലും പെണ്ണുങ്ങളുടെ സീറ്റിൽ കയറിയിരിക്കും കറക്റ്റായിട്ട്. അതാരും കാണത്തില്ലേ? സൊല്യൂഷൻ ഇത് ഇവനെ പിടിച്ചപ്പോഴേ പലരും പറയുന്നുണ്ടോ ഇവൻ സ്ഥിരമാ, ഇവര് കണ്ടവരുണ്ട്, എല്ലാം പറയുന്നുണ്ട്. അല്ലാതെ മസ്താനി എന്ന് പറഞ്ഞത് തെറ്റാന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ചെയ്യുമ്പോൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഭയങ്കരമായിട്ടൊന്നും ഇതുണ്ടാക്കരുത്. ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ വീട്ടിൽ പ്രശ്നം വേറെ ഉണ്ടാവും. അതിന്റെ പ്രശ്നം മസ്താനിയുടെ അല്ല. മസ്താനിക്ക് വേറെ ഒന്നും ചെയ്യാനും ഇല്ലായിരിക്കും. മസ്താനിക്ക് അറിയത്തുമില്ല എന്ത് ചെയ്യും. മസ്താനി വേറെ എന്ത് ചെയ്യും? അത് ആരുടെ കുഴപ്പമാണ്? അത് എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് കുഴപ്പമെന്ന് പറയുന്നത് എല്ലാ കാര്യവും ഗവൺമെന്റിന്റെ മാത്രം കുഴപ്പമാണ്. അതിനല്ല അവിടെ ഇതൊക്കെ നിസ്സാരമായിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കാവുന്ന കേസേ ഉള്ളൂ. ജനസംഖ്യ എന്ത് ജനസംഖ്യ? 3.5 കോടിയേ ഉള്ളൂ കേരളത്തിൽ. ആ 3.5 കോടി ഏറ്റവും ഡാറ്റാബേസിൽ കയറി ഒന്നുമില്ല. ഒരു സിസ്റ്റത്തിന് ഒരു മൈലുമല്ല ഈ 3.5 കോടി. 3.5 കോടി ഒരു സിസ്റ്റത്തിന്റെ നമ്പറല്ല. ഈ അൽഗോരിതവും മറ്റേ AI ഒക്കെ വന്ന സ്ഥിതിക്ക് ഇനി 3.5 കോടി എന്നൊക്കെ പറയുന്നത് വെറും കുഞ്ഞു കണക്കാണ്. അതിനകത്തുള്ള ഫുൾ ഡാറ്റ എനിക്ക് ഒറ്റ ക്ലിക്ക് കിട്ടും. ക്ലിക്കണ്ട, ഇങ്ങനെ പറഞ്ഞാൽ മതി. ഉള്ളിലുള്ള സ്വഭാവം കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. ഇവിടെ എത്ര കൊല്ലം ഇവനിങ്ങനെ ആയിട്ട് ഇപ്പഴല്ല അവൻ ചെയ്യുന്നേ. അല്ല അവന്റെ അല്ല ഞാൻ പറഞ്ഞത്, ആരുടെയാണെങ്കിലും സ്കൂളിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പിള്ളേരെയൊക്കെ. കഴിഞ്ഞ ദിവസം ഇത് ട്രീറ്റ്മെന്റ് ആണ്. അതായത് നമുക്ക് ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു കഞ്ചാവാണെങ്കിൽ എന്തോ താനീ കഞ്ചാവ് അടിച്ചിട്ടൊന്നല്ല ഇവരിങ്ങനെ ആയത്. അല്ല ഞാൻ പറഞ്ഞ കഞ്ചാവ് പറയുന്നോടാ. അല്ല കഞ്ചാവായാലും ലഹരി ആയാലും അത് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ ടോപ്പിക്ക് പോയി. അതാ പോട്ടെ, മസ്താനി വിട്ട് ഇനി നമുക്ക് കഞ്ചാവിലേക്ക് വരാം. അത് ഇതായിട്ട് യാതൊരു ബന്ധവും ഇല്ല. താനൊരു ആധുനിക പൗരനാവണം. ഇത്രയും പറയാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ. അതല്ല, അങ്ങനല്ല. ഓ അത് ചുമ്മാതാ. ചെറുപ്പത്തിൽ പഠിച്ച കുറെ കാര്യം നമ്മൾ അങ്ങ് അൺലേൺ ചെയ്യും. പുതിയ വരുമ്പോൾ പുതിയ എടുക്കും. അതാണ് ചെയ്യേണ്ടത്. എല്ലാം പുതിയതായി ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ. നമുക്ക് വലിയ പരിചയമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ പഠിച്ചതൊന്നും അല്ല ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന പരിപാടി. ഇനിയിപ്പോൾ കഞ്ചാവിനെ പറ്റി പറഞ്ഞത് എല്ലാവരും അറിഞ്ഞിരിക്കണം എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇനി ഇത്രയും പറയുന്നതിനൊക്കെ കൂടുതൽ ഞാൻ പറഞ്ഞുതരാം. ഇത് അടിക്കുമ്പോൾ ഡോസ് ഉണ്ട്. ഡോസ് അതാരും പറഞ്ഞു കേട്ടിട്ടില്ല ഇതുവരെ. ഓരോരുത്തർക്കും ഓരോ ഡോസ് ആയിരിക്കും. തനിക്കിപ്പോൾ ഒരു മെന്റൽ ഹെൽത്ത് ഓക്കെ ഈ സൈക്കാട്രിസ്റ്റ് എടുത്ത് പോവുക. ഇത് അടിക്കുന്നവർക്ക് ഇതിനകത്തൊന്ന് കൂടുതൽ സുഖം കിട്ടുമോ സന്തോഷം കിട്ടുമോ ചെയ്തിട്ട് അവരിത് നിരന്തരം ഉപയോഗിക്കാൻ ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ അവർ കാണുന്നത് സൈക്കാട്രിസ്റ്റിനെയാണ്. അല്ലാതെ അത് മേടിച്ച് അടിക്കുകയല്ല ചെയ്യേണ്ടതിന്. അല്ലേ പിന്നെ ഇത് കൺട്രോൾ യൂസ് എനിക്ക് വല്ലപ്പോഴും മതി എന്ന് പറയുന്ന ഒരാൾ സൈക്കാട്രിസ്റ്റ് പോയി കണ്ടിട്ട് കാര്യമില്ല. കാരണം അയാൾക്ക് അങ്ങനെ മരുന്ന് അല്ല പിന്നെ എപ്പോഴും അടിക്കാൻ തോന്നുന്നു വെച്ചാൽ അന്ന് വന്ന് മരുന്ന് മേടിക്കാൻ പറയും. മനസ്സിൽ ഇപ്പം മെറ്റഫെറ്റമിൻ എന്ന് പറഞ്ഞ സാധനം മെഡിക്കൽ പർപ്പസിന് ഉണ്ടാക്കിയതാണ്. അല്ലാതെ ഈ മയക്കുമരുന്നെന്ന് പറഞ്ഞ ഒരു കൂട്ടരെ അങ്ങനെ ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഡ്രഗൊന്നും അല്ല. അതിനൊക്കെ വേറെ പർപ്പസ് ഉണ്ട്. പക്ഷെ ഇത് അബ്യൂസ് ചെയ്യുന്നേ കാണുന്നത്. ഇതിനു മുമ്പ് ഇതിലും സ്ട്രോങ് ആയിട്ടുള്ള സാധനം അബ്യൂസ് ചെയ്തിട്ടുണ്ട്. പെത്തഡിൻ, മോർഫിൻ, കിറ്റാമിൻ അല്ലെങ്കിൽ മറ്റേ
എന്താ പറയുക TDHC നല്ല സാധനമുണ്ട്, പിന്നെ നൈട്രോസണ്, ഇങ്ങനെയുള്ള ഗുളികകൾ. ഇതൊക്കെ ക്യാൻസർ പേഷ്യൻസിന് പെയിൻ കില്ലേഴ്സ് കൊടുക്കും, മസിൽ റിലാക്സൻസ് കൊടുക്കും. അപ്പോൾ ഈ സ്പാസ്മ പ്രോക്സിവൻ, കോറക്സ് ഇതെല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയാം, അത് ആ കാലത്ത് ഇതെല്ലാം എനിക്കും കിട്ടിയിട്ടുണ്ട്. വളരെ സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന സാധനമാണ്. ഇതൊക്കെ അടിച്ചവരുടെ പലരുടെയും കിഡ്നിയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒന്നും പ്രാവശ്യം ഇത് ഉപയോഗിച്ച് നോക്കി ഇത് എന്താണെന്ന് അറിയാനായിട്ട്. കോറക്സ് എന്ന് പറഞ്ഞാൽ കഫ് സിറപ്പ് ഉണ്ടാകുന്ന വേണ്ട, അതെടുത്ത് ഒറ്റ കുപ്പി പിടിച്ച് നമ്മൾ കിക്ക് അടിച്ച് തെറിച്ച് എവിടെയൊക്കെ ഇരിക്കും. അത് ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴേ ഈ സാധനം കൈ വരുന്നത്. അപ്പോൾ അന്ന് അടിച്ചുകൊണ്ട് ഇഞ്ചക്ഷൻകാർക്കുള്ള പ്രശ്നം വെച്ചാൽ ഇഞ്ചക്ഷൻ വേറെയും പ്രശ്നമുണ്ടാകും. ഇതിനേക്കാൾ സിവിയറാണ്. ഈ MDMA അത്ര പ്രശ്നക്കാരനല്ല അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. ഇഞ്ചക്ഷൻ അടിച്ച് കഴിയുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ അതിനകത്തൂടെ HIV ആ സമയത്ത് സ്പ്രെഡ് ആവുന്നുണ്ടാണ്. അത്രയും ത്രെട്ടൊന്നും ഇപ്പോൾ MDMAക്ക് ഇല്ല. എന്നിട്ട് ഇവിടെ കിടന്നുകൊണ്ട് MDMA എന്ന് പറഞ്ഞുണ്ടാക്കുന്ന എന്താണെന്ന് അറിയത്തില്ല. അന്നും പേരൻസിനെ കൊന്നവരുണ്ട്, ആത്മഹത്യ ചെയ്ത് ഇഷ്ടം പോലെ വരുന്നുണ്ട്. എനിക്ക് എൻ്റെ ഒരു 3-4 പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, എനിക്കറിയാവുന്ന സീനിയേഴ്സ് എല്ലാം ഡ്രഗ്സ് അന്ന് കുത്തി ഇരിക്കും. അവർ ആദ്യം ഞരമ്പുകളെല്ലാം കരിഞ്ഞു പോവും, ഇത് കരിഞ്ഞു പോവും, ഇവിടം കരിഞ്ഞു പോകും. അവസാനം ഡയറക്റ്റ് തന്നെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. എവിടെ നിന്നാണ് ഡയറക്റ്റ് ഷൂട്ട്? ആർട്ടറിയിലോട്ട്, അല്ലെങ്കിൽ കഷത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇവിടെ നിന്ന്. ഇങ്ങനെ ആർട്ടറി ഇല്ലേ, ആർട്ടറിയിലോട്ട് ഡയറക്റ്റ് ഷൂട്ട് കിട്ടും. അതിനകത്ത് ഈ ഇവന്മാർ കൂടുതൽ അടിക്കുന്ന ഇതിനകത്തോട്ട് ഇങ്ങനെ കുത്തി അങ്ങോട്ട് വിടും. ഇവിടെ ഒരു ചാനൽ തന്നെ ഉണ്ടാവും, അതായത് ഇങ്ങനെ മുഴച്ചിരിക്കും ഇവിടെ തൊലിയുടെ മുകളിൽ എപ്പോഴും കുത്തി ഇതിനകത്തോട്ട് കൊണ്ട് വെച്ചിട്ട് ഇവന്മാർ താക്കുമ്പോൾ തന്നെ ഈ സിറിഞ്ച് നല്ല കൃത്യമായിട്ട് ഇറങ്ങി അതിനകത്ത് പോയി വീഴും. അപ്പോൾ ഇതിന് ബ്ലഡ് ഇങ്ങനെ തട്ടിക്കൊടുത്താൽ ഈ ബ്ലഡ് തിരിച്ചു കയറും. എന്നിട്ട് അവന്മാർ തിരിച്ച് ഷൂട്ട് ചെയ്യും. ഇത് കണ്ടാൽ പേടിയാവും. അതെടുക്കുന്നവരങ്ങനെ അത്രയും സീരിയസ് ആയിട്ടുള്ള പരിപാടി. ഒത്തിരി പേര് അല്ലാതെ ഇത് അറിയാതെ ചത്തുപോയവരുണ്ട്. പിന്നെ അന്നത്തെ ഈ സാധനം എന്ന് പറയുന്നത് ഇത്രയും അറിയത്തുമില്ല, ആർക്കും ഒന്നും അറിയത്തില്ല. ഇതെല്ലാം മെഡിക്കൽ പർപ്പസിന് ഉണ്ടാക്കിയ ഡ്രഗ്സുകൾ അബ്യൂസ് ചെയ്യുന്നതായി കാണുന്നത്. കിറ്റാമിൻ എന്ന് പറഞ്ഞാൽ റേപ്പ് ഡ്രഗ്, മദ്രാസ് വെസ്റ്റിംഗ് കോളേജ് അവിടെ കണ്ടാകുന്നില്ല. മദ്രാസിലെ ഒരു സംഭവം അറിയാമല്ലോ, പണ്ട് റേപ്പ് ഡ്രഗ് മറ്റേ സിനിമയൊക്കെ ജോണി വാക്കർക്ക് ഇറങ്ങുന്ന സമയത്തുള്ള സാമേണൻ്റെ അടുത്ത് വരുമ്പോൾ പ്രത്യേക രസം തന്നെ, പൊടിയായിട്ടും ലിക്വിഡായിട്ടും ഒക്കെ ഇത് വരും. അനസ്തെറ്റിക് ഡ്രഗാ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പിള്ളേർ പകുതി ബോധത്തിലൊക്കെ കിടക്കും. ഇങ്ങനെ ക്ലൗഡ്സിൽ കൂടെ പറന്നു പോയി സ്വപ്നം കണ്ട് കിടക്കും. ആ സമയത്ത് അവരെ ആർക്ക് വേണം എന്ത് വേണം ചെയ്യാം. ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് ഏതിനകത്താ ബാംഗ്ലൂരും കണ്ടാന്ന് തോന്നുന്നു, ഒരു പെങ്കൊച്ചിനെ ഇതേപോലെ ഡ്രഗ്സ് ഒക്കെ കൊടുത്ത് മയക്കിയിട്ട് അവർക്ക് അറിയത്തില്ല എന്താ നടന്നെന്ന്. നമ്മൾ പറഞ്ഞാൽ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തിട്ട് പോയ പോലെ തോന്നുന്നു. പക്ഷെ അവർക്ക് അറിയത്തില്ല, കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല എന്തുവാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വന്നു പറഞ്ഞാൽ ബാംഗ്ലൂരൊക്കെ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, ഇത് ഡ്രഗ് അബ്യൂസ്. അന്നൊക്കെ അത് അത്രയും ത്രെറ്റിലാണ്. താൻ ആലോചിക്ക്, പെമ്പിള്ളേർക്കൊക്കെ ഇത് കൊടുത്തിട്ട് ബലാത്സംഗം ചെയ്തിട്ട് വിടുവാന്ന് ആൾക്കാർ. ഇപ്പോൾ MDMA കഴിച്ചാൽ എന്താണല്ലോ ഒരു പെണ്ണ് ഉറങ്ങത്തില്ല. MDMA കഴിക്കുന്നവരെല്ലാം ഉണർന്നിരിക്കും. ഇത് മയക്കുമരുന്നല്ലേ, ഇത് ഉണർത്തുമരുന്നാണ്, തെറ്റിച്ച് പറയരുത്. MDMA ഉണർത്തും, എന്നിട്ട് ഉറങ്ങത്തില്ല ആൾക്കാർ. 4-5 ദിവസം കഴിയുമ്പോൾ ഉറങ്ങുന്ന ആൾക്കാർ. പിന്നെ അതുമല്ല, ഫുഡ് കഴിക്കത്തില്ല, വെള്ളം കുടിക്കത്തില്ല, തിരിഞ്ഞ് നടക്കും, ഫുൾ പവർ എന്ന് പറയും. പക്ഷേ ഈ ഹാപ്പി ഹോർമോൺസ് കുറെ അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കാൻ കാണത്തില്ല. അടുത്ത ഒരു 6-7 ദിവസം ഉണർന്നിരുന്നാൽ ചില 10 ദിവസം ഡള്ളായിരിക്കും, വയലന്റ് ആവും, ദേഷ്യം കയറും. ഇതിന്റെ നേരെ തിരിച്ചുള്ള വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവർക്ക് കൺട്രോൾ കിട്ടത്തില്ല. അങ്ങനെ ചിലപ്പോൾ അക്രമമൊക്കെ ഉണ്ടായിരിക്കും ആ സമയത്ത്. പക്ഷെ അവർ അത് കഴിഞ്ഞ് ചിലപ്പോൾ ഇതിന്റെ മണ്ടയ്ക്ക് അടിച്ച് നിൽക്കാൻ പറ്റുന്ന കാശുള്ളവനാണ്, ചിലപ്പോൾ മദ്യപിച്ചിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും മെഡിസിൻ കഴിച്ചിരിക്കും. ഇതിങ്ങനെ മാനേജ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് ഇവിടെ. അല്ലാതെ മാനേജ് ചെയ്യാൻ പറ്റും. ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഡ്രഗ്സിനെ പ്രത്യേകിച്ച് ഏത് ഡ്രഗാണ്, ഇപ്പം ഡ്രഗ്സ് അല്ലേ എല്ലാം, ഇപ്പോൾ ക്രോസിനൊരു ഡ്രഗ് അല്ലേ. നമ്മൾ ഈ പനി വന്നെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ചുമ്മാ എടുത്ത ക്രോസിൽ നിന്ന് എഫക്റ്റ് ഉണ്ടോ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ഇത് യൂസ് ചെയ്യുമ്പോൾ ഇതിനൊരു ഡോസേജ് ഉണ്ട്, അത് അറിഞ്ഞ് കണ്ടു കൊടുത്താൽ ഇവർക്ക് പ്രശ്നമുള്ളവർക്ക്, അല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കിന്നേ ഒരു സാധനത്തിനോട് ഒരു ഇതും തോന്നിയിട്ടില്ല. ഞാൻ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതല്ലാതെ ഇതും പറഞ്ഞുകൊണ്ട് ഇതിന്റെ പുറകെ നടക്കാൻ തോന്നിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇതിനോട് അത്ര താല്പര്യമില്ല. എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ ചെറിയ പേടിയൊക്കെ ഉണ്ടാകുന്നത് ആദ്യമേ. അതുകൊണ്ട് ഞാൻ ഈ സാധനം പിടിച്ചിട്ടില്ല. അധികം കള്ളം കുടിക്കത്തില്ല. സിഗരറ്റ് വർഷത്തിലൊരു 4 പ്രാവശ്യമൊക്കെ ഒരു മാസം വലിക്കും, പിന്നെ ഒരു 4 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു സിഗരറ്റ് വലിക്കും. കള്ളു കുടിക്കുന്ന വർഷത്തിലൊരിക്കലൊക്കെ. അങ്ങനത്തെ ഒരു രീതിയിൽ അടിക്കുന്നവർക്ക് വേണം ഒരു സർട്ടിഫിക്കറ്റ് വേണം. ഞാൻ ഇരിക്കാൻ വേണം, എന്നെ വേണം മുറിയിൽ അടച്ചിട്ടിട്ട് MDMA മാത്രം വെച്ചിട്ടിരുന്നാലും ഞാൻ അടിക്കത്തില്ല. അത് എനിക്ക് മൊബൈൽ തന്നാൽ മതി. ഞാൻ ഈ മൊബൈലെ കുത്തിക്കൊണ്ടിരിക്കും, ഞാനിങ്ങനെ നോക്കി എപ്പോഴും ചാറ്റ് ചെയ്യും. എന്നിട്ട് എനിക്ക് വീഡിയോ കിട്ടി കഴിയുമ്പോൾ നമ്മുടെ ആ കഴപ്പങ്ങ് മാറും. അല്ലാതെ ഇതിന്റെ മണ്ടക്കിട്ട് പൊടിച്ച് ഇങ്ങനെ വലിക്കുക, അതിന്റെ ഒന്നും ആവശ്യമില്ല. മൊബൈൽ ഫ്രസ്ട്രേഷനോ? നീ എന്ത് ഫ്രസ്ട്രേഷൻ കൊണ്ട് വീഡിയോ ഇടുന്നവനോ? ഞാനോ? സന്തോഷം വരുമ്പോഴേ വീഡിയോ, ദുഃഖം വന്ന വീഡിയോ വരത്തില്ല. വീഡിയോ അതൊക്കെ അങ്ങ് തോന്നുവാണോ, അല്ലാതെ ആരെവിടെ ഇതൊക്കെ നോക്കിയിട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു തന്ന വിഷയം MDMA ഉറക്കത്തില്ല. കഞ്ചാവ് 2 തരം, ഈ സറ്റീവ ഇൻഡിക, ഈ 2 സ്ട്രെയിൻ വരുമ്പോഴത്തേന് അതിന്റെ സ്വഭാവം അനുസരിച്ച് ഒന്ന് ഉറക്കും, ഒന്ന് ഉണർത്തും, ഒന്ന് ചില്ലായിട്ട് കിടക്കും, സന്തോഷിക്കും, വേറെ കഴിച്ചാൽ ഉറങ്ങിപ്പോയി. ഇതൊക്കെ യൂസ് ചെയ്യേണ്ട പോലെ യൂസ് ചെയ്താൽ പല പെയിൻ കില്ലേഴ്സിനെ യൂസ് ചെയ്യുന്നിടത്തും, അതുപോലെ തന്നെ ഈ സ്ലീപ്പിംഗ്
ഇതില്ലേ അങ്ങനത്തെ പില്ലൊക്കെ യൂസ് ചെയ്യുന്ന മറ്റേ ഇതൊക്കെ യൂസ് ചെയ്താൽ ബെറ്റർ ആണെന്നാ പറയാം. അങ്ങനെയൊക്കെ ഒത്തിരി എന്തൊക്കെയോ ഗൂഗിൾ നോക്ക്, ഇതിനെപ്പറ്റി ഒരു ദോഷവും പറയുന്നില്ല. പിന്നെ പല രാജ്യങ്ങളിലും ലീഗലായിട്ട് യൂസ് ചെയ്യുന്ന സാധനം ഇപ്പോഴും. അപ്പോൾ ഒന്നാലോചിക്കേ, നമ്മളിവിടെ കുറച്ച് പേർക്ക് അതുമല്ല, ഇന്ത്യ മൊത്തം ഒന്നും ഇത്രയും പ്രശ്നമില്ലല്ലോ. താൻ എവിടെയാണ് കഞ്ചാവ് പിടിച്ചത്? ബോംബെന്ന് ഒരു കേസ് വരുന്നത് എവിടെയും നോക്ക്. തമിഴ്നാട്ടിലുണ്ടോ? അയ്യോ കഞ്ചാവ് പിടിച്ച കേസ് ഇല്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പിടുത്തം, വലിയ ബഹളം. കാരണം ഇവിടെ ഇത് മീഡിയക്കകത്ത് ഇട്ടിട്ടേ. ഇവിടുത്തെ പ്രശ്നം എന്നാ വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഈ നാടിന്റെ പ്രശ്നം ഇതല്ല. ഇവിടുത്തെ പ്രശ്നം ശരിക്കും പേരന്റിങ്ങിലും ഈ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന എല്ലാ സാഹചര്യത്തിലും സ്കൂളിലും വീട്ടിലും പ്രശ്നമുണ്ട്. അതിന്റെ ഒരു സിംറ്റം മാത്രം, അതിന്റെ ഒരു സൈനാണ്. ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ എത്തുമ്പോഴാണ് ഡ്രഗ്സ് വരുന്നത്. അതുവരെ അവരുടെ കിട്ടാത്തൊരു പ്രശ്നമുണ്ട്. ഇത് എപ്പോൾ കിട്ടുന്നു അപ്പം അടിക്കുക എന്നുള്ളതാണ് അങ്ങനത്തെ പിള്ളേർ. മനസ്സിലായോ? ചൈൽഡ്ഹുഡ് പ്രശ്നങ്ങളുള്ള എല്ലാവരുടെയും ഇത് കിട്ടി അവർ അടിച്ചിരിക്കും. അവർക്കൊരു സന്തോഷം വേണ്ടേ? ഇതെന്തോ ഇത് പേരൻസ് ഇങ്ങനെ മിസ്ട്രീറ്റ് ചെയ്യുന്നു, അബാൻഡൻ ചൈൽഡ്, റിജക്റ്റഡ് ചൈൽഡ് എന്നൊക്കെ പറയുന്നത് കുറെ പിള്ളേരുണ്ട്. ആർക്കും വേണ്ടാത്ത പോലെ ചുമ്മാ ഈ കല്യാണം കഴിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരുത്തം പേര് ഏതൊരു പെണ്ണിനെ കാണിക്കുമ്പോൾ പിടിച്ച് കെട്ടും. കൊച്ചുണ്ടായില്ലെന്ന് വെച്ചാൽ ദാണ്ട് കിടക്കുന്ന ഒരു കൊച്ച്. ഈ രണ്ടിനും വളർത്താനും അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഇവർക്ക് സാമ്പത്തികവും കാണത്തില്ല. ഇതിങ്ങനെ ബുദ്ധിമുട്ടി ഏതോ സ്കൂളിലൊക്കെ കൊണ്ട് ഇട്ട് പഠിപ്പിച്ച്, ഇവിടെയാണ് സ്കൂളുകൾ കണ്ടാൽ തന്നെ സങ്കടം വരും. ഇത്തിരി പന്ന സിസ്റ്റത്തിനകത്ത് വളർന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി കുഴപ്പമുള്ള ആൾക്കാർ, ഇച്ചിരി ദേഷ്യവും കാര്യവും ഒക്കെ കൂടുതലുള്ള വീട്ടിൽ നിന്ന് വരുന്നവർക്ക് റിലീഫ് വേണം. അവരെന്ത് ചെയ്യും അല്ലാതെ. അപ്പോൾ അവർ നേരെ എന്നിട്ട് കിട്ടുന്ന ഇതൊക്കെയാണ്. ഇതിനകത്താണ് ഭയങ്കരമായൊരു സാധനം നിൽപ്പുണ്ട്. ഭയങ്കര ക്യൂരിയോസിറ്റി ആളുകൾക്ക്. അടിച്ചു കഴിഞ്ഞാൽ സന്തോഷമാണ്, ശരിക്കും സന്തോഷമാണ്. നമ്മൾ ആദ്യമൊക്കെ ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്താ സുഖം. സിഗരറ്റ് വലിക്കുമ്പോൾ തന്നെ എന്താ സുഖം. ആദ്യമായിട്ടൊക്കെ വലിച്ച സിഗരറ്റിന് എന്നാ പവറാണെന്നറിയോ? അത് കഴിയുമ്പോൾ ഉടനെ കഞ്ചാവ്, കള്ള്, ബിയർ അടിച്ച് കഴിയുമ്പോൾ ഉടനെ നമ്മള് ബ്രാൻഡി, വിസ്കി, റം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറും. അത് കഴിയുമ്പോൾ അടുത്ത സാധനം വരും. ഇതെല്ലാം ഈ ഗേറ്റ് വേ ഡ്രഗ് എന്ന് പറയുന്ന കഞ്ചാവാണ്. ഈ സാധനം വലിച്ചു കഴിയുമ്പോഴത്തേനും ഏറ്റവും സുഖം. എന്താ സുഖം, ചിരിയോട് ചിരി, എന്തൊരു സന്തോഷം. ഇത്രയും ചിരിക്കുമോ മനുഷ്യരെന്ന് ആലോചിക്കുന്നത്? ഒത്തിരി ചിരിക്കും ആദ്യമൊക്കെ അടിക്കുമ്പോൾ. വിശപ്പും ദാഹവും തീറ്റയും, പിന്നെ എല്ലായിടത്തും ഭയങ്കര നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആർക്കും നമ്മളെ തോപ്പിക്കാൻ പറ്റത്തില്ല. ഭയങ്കര നമ്മൾ തമാശക്കാരനാണ്. ഞാനങ്ങ് തമാശ പറഞ്ഞ് ചിരിച്ച് ആൾക്കാർ ചിരിച്ച് ഒരുപാട് ആളൊക്കെ നിന്ന് ചിരിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും അപ്പോൾ ഡെയിലി അങ്ങ് സന്തോഷിക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ടോളറൻസ് കൂടും. ബോഡി ഫിസിക്കലി റിയാക്ട് ചെയ്യും. ഈ സാധനം, ഈ കെമിക്കൽ അല്ലേ, അത് കഴിയുമ്പോൾ ഇച്ചിരി അടിച്ചുകൊണ്ടിരുന്നു. എനിക്കൊരു 2 പുക 5 വേണം, പിന്നെ 5 വീടി വേണം, അല്ലെ 5 മറ്റേ എന്തോ ജോയിന്റ് റോൾ ചെയ്യുന്ന പേപ്പറിനകത്തുള്ള ജോയിന്റ് വേണം. അത് പോരാ. അപ്പോൾ ഉടനെ ഇതിന് അടിച്ചിട്ട് അങ്ങോട്ട് ആകുന്നില്ല. അപ്പോൾ അടുത്തത് നോക്കും, ഇത് ഏത് ഈ സാധനം, ഇതെന്ത് പൊടിയൊക്കെ വലിക്കുന്നത്. അല്ല അതിനോടൊപ്പം തന്നെ വരും കേട്ടോ. അപ്പോഴാണ് MDMA വരുന്നത്. ഇതടിച്ചപ്പോൾ വേറെ വേറൊരു സുഖം. ഇനി ഉറങ്ങുകയും വേണ്ട, ഇത് രണ്ടും കൂടെ അടിച്ചിട്ട് ഉറങ്ങാതെയും കൂടി ഇരിക്കാം. തിന്നുകയും വേണ്ട, കുടിക്കുകയും വേണ്ട. അങ്ങനെ അടിച്ചടിച്ച് ഉണങ്ങും. ആൾക്കാർ അടിക്കാരെ കണ്ടാ അറിയാം. ഏത് പോലീസിനറിയാം, ആർക്കും അടിച്ചവർക്ക് വരെ അടിക്കാരനെ കണ്ടാ അറിയാം. ഒരു അടിച്ച് നടക്കുന്ന ഒരാളെ കള്ളുടിയനാണെന്ന് മനസ്സിലാവും, കഞ്ചാവ് അടിക്കുന്നതാണെന്ന് മനസ്സിലാവും, MDMA ആണെങ്കിൽ MDMA ആണെന്ന് മനസ്സിലാവും. ഒരാളെ കണ്ടാൽ മതി, ഒരാളെ ബിഹേവ് ചെയ്യുന്ന കണ്ടാ അറിയാം. ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണോ എന്നറിയത്തില്ല എന്നെയൊക്കെ പിടിച്ച് ഇതുപോലെ പറയുന്നത്. മുടിയും താടി അല്ല ഇതിന്റെ സൈൻ. മുടിയും താടിയൊന്നും വേണ്ട. ഇവിടെ കൊല വിളിച്ചവന്മാരൊക്കെ മുടിയും താടി വളർത്തിയവരാണ്. അപ്പനെ അമ്മയെല്ലാം കൊന്നത് ഏതെങ്കിലും മുടി വളർത്തി ആകെ ഒരു കേതലേ ഉള്ളൂ. അവനൊരുത്തം വേണ്ടേ? അല്ലാതെ ഇവിടെ മുടി നാടി വളർത്തിയവരാണ് ഈ കൊന്നവന്മാരെല്ലാം. നിങ്ങൾ നോക്കവരെയൊക്കെ, അവന്മാരൊക്കെ സാധാരണപ്പെട്ട രീതിയിൽ ജീവിച്ചു പോകുന്നവരൊക്കെ തന്നെ. പക്ഷെ പെട്ടെന്ന് നിങ്ങൾ വയലന്റ് ആവും. പിന്നത്തെ പ്രശ്നം വെച്ചാൽ ഞാൻ പറഞ്ഞ ഡോസ് മാത്രമല്ല വേണ്ടത്, ഇന്റർവെൽ വേണം. ഡ്രഗ്സ് അടിക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു ഇന്റർവെൽ സെറ്റ് ചെയ്യണം. നിങ്ങൾ ബോഡിക്ക് അനുസരിച്ച്, നമ്മുടെ ബോഡിക്ക് താങ്ങാവുന്ന സാധനമാണോ നോക്കാൻ എളുപ്പമാണ്. നമുക്കിപ്പോൾ നിസ്സാരമായിട്ട് പറയുകയാണ്, കള്ളു കുടിക്കുന്നത് എടുക്കാം. റമ്മാണെങ്കിൽ 2-3 പെഗ് അടിച്ചിട്ട് നിർത്തിയില്ലേ കുഴയും, വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല, വീണു, അല്ലെ ഞാൻ ചീത്ത വിളിച്ചു, എൻ്റെ ബിഹേവിയർ ശരിയായാലും തോന്നിക്കഴിഞ്ഞാൽ ആ 3 എണ്ണത്തിൽ കൂടുതൽ അടിക്കരുത്. പിന്നെ കട്ടിക്ക് അടിച്ച് ഒന്നും ആകാതിരുന്നാൽ വേണം 4ാമത്തെ കയറ്റാം. ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ 3 അടിച്ചാൽ പോരെന്ന് പറയും. പക്ഷെ എന്നാൽ പോലും ഇന്റർവെൽ ഇട്ട് അടിച്ച് 3 തന്നെ നിൽക്കാൻ പറ്റും. നമ്മൾ എന്ത് സാധനം, കഞ്ചാവ് അടിച്ചെന്നുള്ള MDMA അടിച്ചെന്നുള്ള എന്ത് സാധനം അടിക്കുന്നോ നിങ്ങൾ നിങ്ങളുടെ ഡോസും ഈ ഇന്റർവെല്ലും സെറ്റ് ചെയ്ത്, ഇപ്പോൾ മാസത്തിലൊരിക്കലോ 3 മാസത്തിലൊരിക്കലോ എന്ന് പറഞ്ഞൊരു പാർട്ടിയോ അങ്ങനത്തെ സീൻ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇത് അടിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് സപ്ലൈ ചെയ്യണം. ഗവൺമെന്റാണ് ഇത് കൺട്രോൾഡ് യൂസ് കൊണ്ടുവരണ്ടേ. അല്ലാതെ മാഫിയുടെ കൊടുത്ത് അവർ സ്കൂളിൽ കൊണ്ട് കൊടുക്കും. അതേസമയം ഇത് ഇല്ലീഗലാണെങ്കിൽ ഈ സ്കൂളിൽ കൊണ്ട് കൊടുക്കുന്നതിനെ മാത്രം പിടിച്ചാൽ മതി, അല്ലെങ്കിൽ പുറത്തിറങ്ങി നിൽക്കുന്ന കുറച്ചുപേരെ പിടിച്ചാൽ മതി. അല്ലാതെ ലീഗലായിട്ട് യൂസ് ചെയ്യാൻ അതിന് പറ്റിയ ആൾക്കാരെ മെഡിക്കലി ആദ്യം ഡോക്ടർ കൺസൾട്ട് ചെയ്ത് ഇയാൾക്ക് എന്തോരം അടിക്കാൻ പറ്റുമെന്ന് വേണേ കൊടുത്തോ. അന്ന് പറഞ്ഞാൽ അടിച്ച് ഔട്ടാകുന്നതിന് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അടിക്കുന്നവരെ അറിയാമല്ലോ ഗവൺമെന്റിന് ആരാണ്. ഇത് അടിക്കുന്നവരെ ആർക്കറിയാം? പിടിക്കുമ്പോഴാണ് അറിയുന്നത്. അങ്ങനല്ല അറിയണ്ടേ. ഇത് അടിക്കാൻ തുടങ്ങുമ്പോഴേ അറിയണം ഇവൻ അടിക്കുന്നുണ്ട്. അല്ല അവൻ എന്തിനു താമസം അടിച്ചെന്ന് വിചാരിച്ചോട്ടെ, അടിക്കട്ടെ. കഞ്ചാവൊക്കെ അടിക്കണ്ടല്ലേ. ഇതൊക്കെ റിക്രിയേഷണൽ ഡ്രഗ്സ് ആണ്. ആൾക്കാർക്ക് എന്തെങ്കിലും റിക്രിയേഷൻ ഒക്കെ വേണം. ജോലി എടുത്തങ്ങും രാവിലെ വൈകിട്ട് വരെ പണിയെടുത്താൽ മാത്രം പോരാ. എന്തെങ്കിലും എൻജോയ്മെന്റ് ഒക്കെ വേണം. ഒരിടത്ത് പോയി ഡാൻസ് കളിക്കാൻ തോന്നുന്നു, DJ പാർട്ടി വേണം. ഇതിനൊക്കെ റിക്രിയേഷൻ. ഇപ്പൊ IT കമ്പനിയിലൊക്കെയാണ് പ്രത്യേകം
ഇതുവരെ വെച്ചേക്കുവാ. കഫറ്റേരിയയിൽ മറ്റേത് മറിച്ചിടത്തും ബാസ്കറ്റ് ബോളും ടേബിൾ ടെന്നീസും എല്ലാം ഫിറ്റ് ചെയ്തേക്കുന്നത് എന്തിനാ? ഇവർക്ക് റിക്രിയേഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. അവിടെ പാട്ട് നടത്തുവര്. അപ്പൊ അവിടെ കള്ളുടിക്കൊക്കെ സാധ്യതയുണ്ട്, എല്ലാവരും ഡാൻസ് കളിക്കും, പാട്ട് പാടും. പിന്നെന്താ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കട്ടി പണി എടുത്തിട്ട് മരിക്കണം? അങ്ങനെ പോരാ, അത് പറ്റത്തില്ല. എല്ലാ ജീവിതത്തിലെല്ലാം എൻജോയ് ചെയ്യണം. എൻജോയ്മെന്റ് ഇതിനകത്തൊരു എൻജോയ്മെന്റ് ഉണ്ട്. ഇല്ലെങ്കിൽ എങ്ങനെ ഇത് അടിക്കുന്ന ആൾക്കാർ ഇതില്ലെന്നും പറഞ്ഞ് ഇതെന്തോ മാരക വിഷമെന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കത്തില്ല. അടിച്ചു കിടക്കുന്ന ഒറ്റ എടുത്ത് സമ്മതിക്കത്തില്ല. ഇതെന്തോ മോശമെന്ന് പറഞ്ഞാൽ ആരും ചത്തിട്ടൊന്നും ഇല്ല അങ്ങനെ അടിച്ചുകൊണ്ട്. എന്താ അടിക്കുന്നവരെല്ലാം ചാവും? അങ്ങനൊന്നുമില്ല, എല്ലാരും ചാവും. അവനെ അടിച്ചു മരിക്കാൻ വിചാരിച്ച് എന്ത് ചെയ്യും? ജീവിക്കുമല്ലേ. പിന്നെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം വണ്ടി ഓടിക്കരുത്. പിന്നെ അലമ്പുണ്ടാക്കുന്നവരുടെ വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള എന്താ വെച്ചാൽ കൂട്ടം കൂടിയിരുന്നായിരിക്കും മിക്കവാറും അടിക്കുന്നത്. ഈ കൂട്ടത്തിലെടുത്ത് തെറ്റിയാലും അറിയണം. അവന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ അവനെ പേരൻസിനെ അറിയിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. അതുപോലെ അയാൾ ട്രീറ്റ്മെന്റിൽ എത്തിക്കണം. ബാക്കിയുള്ളവർ കെയർ ചെയ്താൽ കുറെ പേര് രക്ഷപ്പെടുത്താൻ പറ്റും. ഈ കൂട്ടത്തിൽ ഒരുത്തും പ്രശ്നക്കാരനെന്ന് എല്ലാവർക്കും അറിയാം. എന്റെ കൂട്ടത്തിൽ എനിക്ക് പരിചയമുള്ളവർ 1-2 പേർക്ക് അഡിക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളവരാണ്. കാരണം അടിച്ചാൽ നിർത്തത്തില്ല, ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. രാവിലെ ഇത് തന്നെ പരിപാടി, വേറെ ഒന്നുമില്ല. പണിക്ക് പോകത്തില്ല, മര്യാദയ്ക്ക് കുളിക്കുന്ന നിൽക്കും, മുറി കണ്ട വൃത്തികേടായിരിക്കും. ഇവര് എന്താ പറയാ, ആഹാരം കുറയും, മൊത്തത്തിലെല്ലാം ഒരു ഇച്ചിരി ഡള്ളാവും. അത് ആ സ്റ്റേജ് വരെ എത്തിക്കുന്നതിന് മുമ്പേ നമുക്കറിയാം ഇവൻ കൂടുതൽ അടിക്കുന്നവനാ, ഇവൻ എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണ്. ഇവിടെ എല്ലാവരും പറയുന്നത് ഡ്രഗ് അഡിക്റ്റ് ആവുക, ഡ്രഗിന് അഡിക്റ്റ് ആവുക എന്ന് പറയത്തില്ല. അതൊന്നും തിരിച്ചാൽ കൊള്ളാം. കാരണം ഡ്രഗ്സിന് ആർക്കും ഒന്നും അഡിക്റ്റ് ആവാനൊന്നും പറ്റത്തില്ല. അത് അഡിക്റ്റ് ആവാൻ സാധ്യതയുള്ള ടൈപ്പ് മെന്റലി സ്ട്രോങ് അല്ലാത്ത ആൾക്കാർ എന്തെങ്കിലും കാരണവശാൽ, അത് ചിലപ്പോൾ ഇവരുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പ്രശ്നമാവാം, അല്ലെങ്കിൽ ഇവരുടെ ജനറ്റിക്കലായിട്ട് ഇവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളവരാവാം. അവരിത് അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറയാം, ഇവിടെ തന്നെ നമുക്കറിയാവുന്ന കുറച്ച് ആൾക്കാർ ഈ മാനസിക കുറച്ച് ഡൗൺ ആയിട്ടുള്ള സ്ലോ ആയിട്ടുള്ളവരുടെ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് സ്പീഡ് കിട്ടുന്നത് തോന്നും. അവരാണ് ഇതിന് അഡിക്റ്റ് ആവുന്നത്. അല്ല ഇപ്പൊ എനിക്കിത് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ലടോ. എനിക്ക് വേണ്ട, അല്ലാതെ തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ഒരു കുറവുമില്ല, മനസ്സിലാകുന്നുണ്ട്. എനിക്ക് കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ ഉള്ളത് എന്താ വെച്ചാൽ എനിക്ക് സ്പീഡ് കുറയ്ക്കണം. അതെല്ലാം എനിക്ക് പേടിയാവും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ഇച്ചിരി എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു വേറൊരു ബോധം വരും. അപ്പോഴെനിക്ക് ഇത് വരുന്നു, അയ്യോ പ്രശ്നമാണോ, ഞാൻ കുറച്ച് നാളായിട്ട് അലമ്പാണല്ലോ. നോർമലി നല്ല അലമ്പാ. നോർമലിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അബ്നോർമൽ എന്തെങ്കിലും അടിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എവിടെയും സ്വസ്ഥമായിട്ടിരിക്കും, പുറത്തിറങ്ങാനൊക്കെ പേടിയായിരിക്കും. എല്ലാം അടങ്ങി ഒതുങ്ങി ഇരിക്കും, എന്തെങ്കിലും ആലോചിക്കും, ചിന്തിക്കുന്നതൊക്കെ അപ്പോഴാണ്. അല്ല ഇതങ്ങോട്ട് കെട്ടുവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി അങ്ങ് പോവാ. മനസ്സിലായി? എനിക്ക് കള്ളു അടിച്ചാലും കഞ്ചാവ് അടിച്ചാലും എന്ത് സാധനം അടിച്ചാലും എനിക്ക് ആ സമയം മാത്രം എനിക്കൊരു അടങ്ങി ഇരുന്ന് എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ ഞാൻ ഇറങ്ങി തിരിച്ച് നാട് വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ഇടയ്ക്ക് എനിക്ക് ഇതുപോലത്തെ സാധനം ആവശ്യമാണ് ഒരു സമയത്ത്, ശരിക്കും വലിയ പ്രായത്തിൽ. ഇതൊക്കെ കിട്ടിയില്ല എന്ന് എനിക്ക് വേറെ വല്ലതും ആയിപ്പോയി. കാരണം ഞാൻ പ്രശ്നം ഇതിൽ കൂടുതൽ ഉണ്ടാക്കുക. മനസ്സിലാകുന്നുണ്ടോ? നേരിട്ട്. അല്ലാതെ ഇപ്പോൾ ഓൺലൈനിൽ ഇരുന്ന് പറയുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല. ആ സമയത്തൊക്കെ ഇതുപോലെ ഓരോന്നൊക്കെ അടിച്ച് കള്ളു കുടിക്കുമ്പോഴത്തേക്കും ഒന്ന് തോന്നും, ചിലപ്പോൾ ഒരു കഞ്ചാവ് അടിച്ചുകൊണ്ട് അടങ്ങിയിരുന്നിട്ട് അയ്യോ ചിന്ത മാറും. അങ്ങനെയൊക്കെയാണ് തോന്നിയത്. അല്ലാതെ എനിക്ക് ഈ സാധനത്തിന്റെ എന്താ പറയുക ഹൈയിലോട്ട് പോയി ഇതിനപ്പുറം കാണിക്കാനൊന്നും ഇല്ല. പിന്നെ കള്ളു കുടിച്ചാൽ കാണിക്കും. മദ്യപിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇതിങ്ങനെ നിൽക്കുന്ന ഞാൻ തിരിയും, പടയപ്പയാണ്. ഇതൊക്കെ ഊരിക്കളഞ്ഞങ്ങ് പോകും. വേണേ ആ തല്ലും മേടിക്കാൻ എനിക്ക് മടിയൊന്നുമില്ല. അടിച്ചു വരുന്ന എന്നെ കണ്ടോണ്ടല്ലോ ഈ ആളെ എനിക്ക് കാണാനേ പറ്റത്തില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും കള്ളു കുടിച്ചാൽ. കള്ളു കുറച്ചും കുടിക്കത്തില്ല, കുറേ കുടിക്കുന്നു. 2 കാലം ഇറങ്ങി റോഡിൽ വീഴുന്നു, വണ്ടിയിൽ നിന്ന് വീഴുന്നു, എന്തൊക്കെയാണ് കാണിച്ചോണ്ടിരുന്നത്. മദ്യം ഭയങ്കര പ്രശ്നം എന്നെ സംബന്ധിച്ച് എനിക്ക്. അതേസമയം മറ്റു സാധനങ്ങൾ എന്നെ അത്രയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ ഈ പിള്ളേരില്ലേ, ഇപ്പൊ ഞാൻ കൂടുതലായിട്ട് അല്ല ഒരു പ്ലാസ്റ്റിക് കവറില് എന്തോ വലിക്കുക, പിന്നെ അപ്പൊ തന്നെ ഒരു പ്ലാസ്റ്റിക് കവറിനാണ് പശയൊക്കെ എടുത്തിട്ട് മണക്കുന്നതാണ് തുണിക്കകത്ത് വെച്ചിട്ട്. എന്തുകൊണ്ടായിരിക്കും അത് കൂടുന്നത്? ഇപ്പൊ ഇവിടേക്ക് അതില്ല, സന്തോഷിക്കാനൊന്നും ഇല്ലെന്നേ. നോർത്ത് ഇന്ത്യയിലാണ് അത് കൂടുതൽ. എവിടെ അടിക്കുന്നവന് പ്രശ്നമുണ്ട്, സന്തോഷമാണ് പ്രശ്നം. ഇവിടെ നീ ഹാപ്പി അല്ല എന്ത് ചെയ്യും? എനിക്ക് ഒരു സമയത്ത് ഞാൻ അത്ര ഹാപ്പി അല്ല, ആ സമയത്തൊക്കെ ഇത് വരുന്നത്. പിന്നെ നമുക്ക് ഈ ജോലിയൊക്കെ ആയി നമ്മുടേതായ രീതി മാറുന്നു, നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനോടുള്ള താല്പര്യം വരെ കുറയും, സ്വാഭാവികമായിട്ടും കുറയും. പിന്നെ ഈ സമയം കൊണ്ട് ഇത്തിരി മാനസിക പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. ഈ അടിക്ക് ടെൻഡൻസി ഉള്ള ആൾക്കാർ അടിച്ചു പോയാൽ അവർ നിർത്തത്തൊന്നുമില്ല. അല്ലാത്തവരെല്ലാം കൺട്രോൾ യൂസേഴ്സ്. ഇവിടെ അടിക്കാത്തൊരു കുറവാണ്. എല്ലാം നോക്കൂ, എന്തെങ്കിലും ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കാത്ത ഒറ്റ ഒരുത്തും കേരളത്തിൽ കാണത്തില്ല. ഒന്നെങ്കിൽ മദ്യമായിരിക്കും, അല്ല കഞ്ചാവായിരിക്കും, അല്ല സിഗരറ്റായിരിക്കും. എന്താ കഞ്ചാവ്, MDMA, എന്തെങ്കിലും ഒരു സാധനം. MDMA അടിക്കുന്നതിന് ഉറപ്പായിട്ട് ഇതിന്റെ ബാക്കിലെല്ലാം അടിക്കും. കള്ളു കുടിക്കുന്നതിന് MDMA അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ കഞ്ചാവ് അടിക്കുന്നതിന് ഈ പറഞ്ഞ പോലെ LSD അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാധ്യത ഉണ്ടെന്നേ ഉള്ളൂ. ചിലർ കഞ്ചാവ് മാത്രം അടിക്കും, വല്ലപ്പോഴും ഇതൊക്കെ അടിക്കും. അതങ്ങനെ നോക്കിയും കണ്ടും ചെയ്യും. എവിടെ പോവാണോ? അങ്ങനെയൊക്കെ മനസ്സിലായോ? അപ്പൊ ഈ അടിക്കുന്നവരെ പിടിച്ചിട്ട് കാര്യമില്ല. പിന്നെ എന്റെ റൂമില് 2 പ്രാവശ്യം സ്ക്വാഡുകാർ വന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഒന്നും പറഞ്ഞില്ല. 2ാമത്തെ പ്രാവശ്യം ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഈ മുറിക്കകത്ത് കയറി എടുക്കാൻ നോക്കുന്നേ,
മനസ്സിലായോ? ഞാൻ എൻ്റെ വീട്ടിൽ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി അത് എൻ്റെ മുറി വന്ന് പിടിക്കുന്ന നാണക്കേടല്ലേ? ഉറപ്പായിട്ടും അവർ പിടിക്കേണ്ട റോഡിലാണ്. ഞാൻ എൻ്റെ വീട്ടിൽ കയറുന്ന എൻ്റെ കോമ്പൗണ്ടിൽ കയറുന്നതിന് മുമ്പ് അവരാണ് പിടിക്കേണ്ടത് അവർ. അല്ലാതെ വീട്ടിൽ കയറി ആവശ്യമില്ല ചെക്ക് ചെയ്യരുത്. ഒരാളെ വീട്ടിൽ കയറി ചെക്ക് ചെയ്യണ്ട. അല്ലെ പിന്നെ അത്രയും വലിയ ക്വാണ്ടിറ്റി ഉണ്ടെന്നോ വല്ല ഹോൾസെയിൽ ഡീലറാണെന്നോ വല്ല എൻ്റെ വീട്ടിലെ കയറാമോ. അല്ല ഈ സാധാരണക്കാരിന്ന് എവിടെ അടിക്കുവാണെന്ന് പിടിക്കരുത് അവര്. അത് നാണക്കേടാണ്. അതാണ് തെണ്ടിത്തരം. അതിനുള്ള പ്രാപ്തി ഇല്ലെന്ന് അവർ വന്ന് തെളിയിക്കുന്നേ കാണുന്നത്. കാരണം ഈ ഇവന്റെ മൂക്കിനടി കൂടെ ഇത്രയും വലിയ ക്യാമറയുടെ അത്രയും പോലീസ് ഫോഴ്സും ഇത്രയും എക്സൈസും ഇത്രയും വിജിലൻസും അത്രയും തന്നെ സ്ക്വാഡും ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ ഇത് സാധനം കിട്ടിയിട്ടുണ്ട്. ആരുടെ കുഴപ്പമാണ്? അത് എൻ്റെ വീട്ടിൽ ഒന്ന് ചെക്ക് ചെയ്യാമോ? നാണമുണ്ടോ ഇവനത് ചെയ്യാൻ? അത്രയ്ക്ക് ഉളുപ്പില്ലാത്തവന്മാര് ഒരു ഒന്നിനും കൊള്ളാത്ത ആൾക്കാരെ പോലെ തോന്നും നമുക്ക്. നമ്മുടെ വീട്ടിൽ വന്ന് സെർച്ച് ചെയ്താൽ വഴി വെച്ച് സെർച്ച് ചെയ്തോണ്ട് കുഴപ്പമില്ല. മനസ്സിലായോ? അല്ല അതും വെച്ചുകൊണ്ട് വീട്ടിൽ കയറരുത്. അവിടെയാണ് ഈ കുഴപ്പമിരിക്കുന്നത്. ഇവര് വീട്ടിൽ വന്ന് പിടിക്കാനാണ്. എടോ ഇത് തുറന്നു വിട്ടേക്കുവാ. ഇത് ഇന്നലെ കണ്ട് വന്ന സാധനമാണ് MDMA. ഞാൻ വേണ്ട 7-8 വർഷമായിട്ട് കേൾക്കുന്നുണ്ട്. ഇത് കേരളം മൊത്തം എത്തി. അപ്പൊ ഇങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ എല്ലായിടത്തും കിട്ടുന്നു. എവിടെ നിന്ന് വിളിച്ചാൽ അവിടെ കിട്ടുന്ന ഒരു സാധനം പിടിക്കാൻ എളുപ്പമാണ്. ആരെങ്കിലും പിടിച്ചാൽ 5 പേര് നടന്നു പോകും. 5 ഗ്രൂപ്പ് 5 ഒരു ഫ്ലാറ്റിൽ കയറുക. ഞങ്ങളുടെ ബിൽഡിംഗ് തന്നെ എടുക്കുക. അതിനകത്ത് ഒരു 6 ഫ്ലാറ്റ് ഉണ്ടെന്ന് എല്ലായിടത്തും കയറും. എവിടുന്നേലും ഒന്നും കിട്ടുന്ന പോലെ ആയെന്നേ. അല്ലാതെ ഇവര് പിടിച്ചതൊന്നും വലിയ പിടുത്തമെന്ന് പറയാൻ പറ്റത്തില്ല. എങ്ങനെ പറയാൻ പറ്റും? ഇത് ആരെങ്കിലും പിടിച്ചോണ്ട് വന്നിട്ട് ഞാൻ പിടിച്ചു തരാൻ വേണം MDMA. അതിന് സ്ക്വാഡും വേണ്ട, എക്സൈസും വേണ്ട, ഒരു മൈരും വേണ്ട. ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നു, ഒരുത്തനെ പിടിച്ചിങ്ങനെ നിർത്തുന്നു, പോക്കറ്റ് തപ്പുന്നു, കഞ്ചാവ് പിടിച്ചു പോട്ടെ പെറ്റി എത്ര എഴുതി കൊടുക്കാം. നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാം. ഇവരൊക്കെ കൂടുതൽ ഞാൻ പിടിച്ചു തരാം. വേഷം പോലും എടുക്കും. നമ്മൾ വിചാരിച്ച പിടിക്കത്തില്ലേ? ഇടിയും കിടക്കും. അപ്പൊ ഇടിക്കാം. അടിക്കുന്നുണ്ട്. അത്ര സിമ്പിളാണ്. ഇവര് കാണുന്ന വാർത്ത കാണുന്നില്ലേ? അവിടെ നിന്ന് പിടിക്കും, ഇവിടെ നിന്ന് പിടിക്കും. ഇത് വലിയ കഴിവൊന്നും വേണ്ടേ. ഏത് പൊട്ടനും പിടിക്കാം. അതുകൊണ്ടാണ് ഈ പൊട്ടന്മാർ പിടിക്കുന്നത്. മനസ്സിലായോ? കൊള്ളാവുന്നതിനാണ് ഇതിന് മുമ്പ് പിടിച്ചത്. പൊട്ടനായതുകൊണ്ടാണ് അവൻ വീട്ടിൽ വരേണ്ടി വന്നത്. എൻ്റെ എല്ലാം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേറൊരു പൊട്ടൻ വന്നു ട്രൈപോഡ് എടുത്തോണ്ട് പോയി. യൂട്യൂബിൽ കിടക്കുന്ന വീഡിയോയ്ക്ക് അവൻ ട്രൈപോഡ് തൊണ്ടിയായിട്ട് എടുത്തോണ്ട് പോയി. അപ്പൊ അത് എന്ത് തന്നെ പൊട്ടനായിരിക്കും? പൊട്ടന്മാരുടെ എണ്ണം കൂടി കഴിഞ്ഞാൽ നമുക്ക് വലിയ പാടാണ്. മനസ്സിലായല്ലേ? ഒരു സാമാന്യ ബുദ്ധി ഇല്ലാത്ത മനുഷ്യർ പോലീസിൽ, സാമാന്യ ബുദ്ധി ഇല്ലാത്തവന്മാര് പല ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഇരിക്കുക. ഇങ്ങനത്തെ ബോധവും വെളിവില്ലാത്തവരൊക്കെ വന്നിട്ട് വീട്ടിൽ കയറി തപ്പുക. വേറെ പൊട്ടനെ പറ്റി പറയുമ്പോ ഒരു പൊട്ടത്തിനും പറയുമ്പോ വേറെ പൊട്ടന്മാര് വരും. എന്തുവേണയാണ് നടക്കുന്നത്? അങ്ങനെയല്ല ചെയ്യണ്ടേ. നിന്റെ മൂക്കിനടി കൂടെ സാധനം എന്റെ വീട്ടിൽ വന്നെങ്കിൽ അത് നിന്റെ പരാജയം. അത് നീ വന്ന് ഇവിടെ എന്നെ അറിയിക്കേണ്ട കാര്യമില്ല. ഞാൻ അതേ പറയത്തുള്ളൂ. അതിനകത്തോട്ട് കയറരുത് ആരും. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഇവിടെ ചുമ്മാ വഴിയാവുന്നതിന് പിടിച്ചാൽ കിട്ടുമെന്ന്. പിച്ചക്കാരെ പിടിച്ചവരെ കഞ്ചാവ് കിട്ടും. അതിന് അങ്ങോട്ടൊന്നും പോകണ്ട. ഇതെന്റെ മാടക്കട വെച്ചിട്ടുണ്ട് ചുറ്റുപാട്. അവിടെ ചെന്ന് ചുമ്മാ കയറി ഞാൻ പഠിച്ചെടുത്തോണ്ട് തരാം. വേണം വരുന്നോ? ഇപ്പൊ എടുത്തു തരാം. ഏത് പോലീസുകാരൻ അവിടെ നിന്ന് കൈക്കൂലി മേടിക്കുന്നതെന്ന് അതും എടുത്ത് ഷൂട്ട് ചെയ്ത് തരാം. പിന്നെ ഇതിന് പോകാൻ വയ്യാത്തതുകൊണ്ട് നിന്മാരെല്ലാം ഭയങ്കര മാന്യന്മാരും നമ്മൾ മാത്രം മോശക്കാർ. കേരളത്തിലെ ഏറ്റവും വലിയ മോശപ്പെട്ട മൈരെന്ന് പറയുന്നവനാണ്. അതാണോ ഇവിടെ കാണുന്നത്? മൈരെന്ന് പറഞ്ഞാണ് ഏറ്റവും വലിയ, വളി എന്ന് പറഞ്ഞാണ് ഏറ്റവും മോശക്കാരൻ. അല്ലേ മറ്റേ എന്താ സിനിമാ നടികളൊക്കെ വേദികളാണ് എഴുതി വെക്കുന്നത്. സന്തോഷ് വർക്കിക്ക് 17 ദിവസം അകത്തെടുക്കാൻ പറ്റും. അതെന്ത് എടുത്തരുവാ? ഞാൻ വേണേൽ അപ്പം തന്നെ വേണം ഒരുത്തിനെ പിടിച്ചു കൊടുക്കാം. ഇതിൽ കൂടുതൽ സാധനം ഇവിടെ കച്ചവടം ചെയ്യുന്നതിന് വല്ലോ. എന്താ ആർക്കും അറിയത്തില്ലേ? അയിമാര് തെണ്ടിത്തരം കാണിക്കുന്നിടത്ത് ഈ തെണ്ടിത്തരമൊക്കെ നടക്കത്തുള്ളൂ. ഇവിടെ ഒരു മൈരം നടക്കത്തില്ല. ഇവിടെ ഉള്ള പിള്ളേരെ അങ്ങ് അഗ്നിമുക്തം ആക്കാന്ന് പറഞ്ഞുകൊണ്ട് ആരിറങ്ങിയിട്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. കാരണം ഇവിടെ ഒരു പണിയും നടന്നിട്ടില്ല. ചുമ്മാ ഇങ്ങനെ നടന്ന് പ്രഹസന നാടകങ്ങൾ കാണിച്ച് ആൾക്കാരെ പൊട്ട് കളിപ്പിച്ച് കണ്ണി പൊടിയിട്ട് കുറച്ച് വാർത്ത ഉണ്ടാക്കി ഈ തെണ്ടിത്തരത്തിന് അതിൽ കൂടുതൽ കാശ് മേടിക്കുന്നവരെ ഇവിടെ ഉള്ളവർ. ഏറ്റവും താഴെ കിടക്കുന്നവരെല്ലാം കിട്ടി കാണത്തില്ല. ഈ ചെറിയ പോലീസുകാർക്കൊന്നും കിട്ടത്തില്ല. അവർ ചിലപ്പോൾ വല്ല തമ്പാക്ക് കച്ചവടക്കാരനെ എല്ലാം പിടിച്ചിട്ട് 500 വെച്ച് ഡെയിലി മറ്റേ പോക്കറ്റ് മണി എടുത്ത് ജീവിക്കുന്നവരൊക്കെ ആയിരിക്കും. പക്ഷെ മണ്ടയ്ക്ക് അങ്ങനെയല്ല. അവിടെ നിന്ന് ഇത് ഇപ്പുറത്ത് വരണം എൻ്റെ പാടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെ വരും? തനിക്കൊന്നും കൊണ്ടുപോകും? ധൈര്യമുണ്ടോ? ആ ധൈര്യം എങ്ങനെ ഉണ്ടാകുന്നത്? തനിക്കറിയാം അവിടെ പിടിക്കത്തില്ലെന്ന് ഉറപ്പാ. പിന്നെ ഇട്ട് കൊടുക്കും. ഇതിനകത്ത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ഒരുപാട് ആയല്ലോ. നമ്മളിപ്പോൾ അങ്ങനെ എല്ലായിടത്തും ആയില്ലേ. അപ്പൊ ഇവരിടയ്ക്ക് എന്നിട്ട് ആരെ പിടിച്ചാലും കിട്ടുമല്ലേ. അപ്പൊ ഒന്ന് ആലോചിക്കും. ഇപ്പൊ അടിക്കുന്നവർ 1,00,000 പേര്, കച്ചവടം ചെയ്യുന്നത് 10,000 പേര്. അതിനകത്ത് കച്ചവടവും ഇതും അടിയും കൂടെ ഉള്ളവർ വേറെ. അപ്പൊ തനിക്ക് ഈ 10,000 പേരെ ഇടാൻ എന്താ ജയിലോ വല്ലോ ഉണ്ട്? അല്ല എന്ത് വലിയ കുറ്റമാണ് ഇത്? ഇതിങ്ങനെ കയറ്റി ഇറക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ സർക്കിൾ അടിച്ചുകൊണ്ടിരിക്കും. ഇവൻ കയറുമ്പോൾ ഇവൻ അറിയാം പുറകെ തള്ളി കയറും. അപ്പൊ ഇവൻ ഇങ്ങനെ തള്ളി പുറത്തു വരും. മനസ്സിലാവുന്ന? അവരില്ലേ കയറ്റും. ഇങ്ങനെ വിട്ടോണ്ടിരിക്കുക. ഈ മാഫിയക്ക് ഇഷ്ടം പോലെ 150 കോടി ജനമാ പണിയില്ലാതെ. ആർക്കാ ജോലി ഉള്ളത്? ഇതെങ്കിൽ ഇത് എന്തെങ്കിലും ജോലി ചെയ്ത് പൈസ വേണ്ടേ? ഫുഡ് അടിക്കണ്ടേ?
അപ്പൊ ഇത് കുറച്ച് നല്ല കച്ചവടമാണ്. ഇഷ്ടംപോലെ അടിക്കാർക്ക് നല്ലത് ഇതാ, ഈ കച്ചവടം ഏറ്റവും നല്ലത്. അപ്പൊ അവരത് ഓപ്റ്റ് ചെയ്യുന്നു. അവരെ ബിസിനസ് ആയിട്ട് നടത്തുന്നവരുണ്ട്. റീറ്റെയിൽ, ഹോൾസെയിൽ, ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന ഈ പറഞ്ഞ പോലെ പെഡ്ലേഴ്സ് ആയിട്ട് വരുന്നവർ അവര്. ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ ഇതുവരെ നമ്മുടെ പോലീസ് എല്ലാം പിടിച്ചു വരുമ്പോൾ ഈ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന, അതായത് ഏറ്റവും എൻഡിൽ നിൽക്കുന്ന ഒരു 10,000 പേര് പിടിച്ചു കാണും. അതിനകത്ത് 1,000 പേരോ 2,000 പേരോ യൂസ് ചെയ്തവരെയും പിടിച്ചു കാണും. ഇതിന് മണ്ടയ്ക്കോട്ടുള്ള ലെയർ പിടിക്കാൻ പറ്റത്തില്ല. ഈ തോട്ടമുള്ളതിന് ആ തോട്ടത്തിലെത്തത്തില്ലെന്ന്. ഇതിന് തോട്ടം വേണ്ടേ? കഞ്ചാവ് തന്നെ ഓരോരുത്തർ വീട്ടിൽ നട്ടു വളർത്തിയതാണ് ഈ കൊച്ചടത്തിന് വന്നത്, അല്ലല്ലോ. ഇത് എവിടെ നിന്ന് വന്നേക്കോ? ലോഡ് കണക്കിന് ഈ ലോഡ് അവിടെ വരുന്നുണ്ട്. ഏറ്റവും അവസാനം എന്താ പറ്റുന്ന അറിയോ? ഈ പാവപ്പെട്ടവൻ 10,000 രൂപയ്ക്ക് 20,000 രൂപയ്ക്ക് ഒരു ചെറിയ കച്ചവടം നടത്തി എങ്ങനെയും ഒരു മാസം തള്ളി നീക്കാനായിട്ട് ചിലപ്പോൾ ഒരു കുടുംബമൊക്കെ കാണാൻ അവനിത് മേടിച്ച് കഴിയുമ്പോൾ അവനെ ചെന്ന് പിടിച്ചിട്ട് ഫോട്ടോ എടുക്കുക, അത് പോലീസിന്റെ ജീപ്പെ കൊണ്ട് നിരത്തി വെക്കുക. കൊണ്ട് അവനിങ്ങനെ നിൽക്കും, എന്താ അടുത്ത പരിപാടി? ഇതൊക്കെ തന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്, വക്കീലിന് പൈസ കൊടുക്കാൻ വേണ്ടേ എന്ന് പറയുന്നത് പിടിച്ചു നിർത്തിയിട്ട് ആള് കളിക്കുക. നാണ ഉളുപ്പോളം ചെയ്യുമോ? എനിക്ക് പറ്റത്തില്ല ചെയ്യാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ആറാട്ടനെ പിടിച്ച് 2 അടിയെ കൊടുക്കാം. അതിനുള്ള വകതിരിവ് പോലും ഇല്ലാത്തവന്മാരാണ് വീഡിയോ ഒക്കെ എടുത്ത് കഞ്ചാവ് പിടിച്ചു. അതുകൊണ്ട് അവനാ വലിയ കഞ്ചാവ് കച്ചവടക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു പാവപ്പെട്ടവനെ 10,000 രൂപ എടുക്കാൻ കാണത്തില്ല എൻ്റെ കയ്യിൽ. അവനാണോ കഞ്ചാവ്? അവന് നീ ഒന്ന് ആലോചിക്ക്. ഇതിന്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്നതിന് ഒരു 10 പേർക്ക് സപ്ലൈ ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലല്ലേ വിൽക്കാൻ പറ്റത്തുള്ളൂ. അവന് ഹോൾസെയിൽ ഡീലർ ആവാൻ പറ്റത്തുള്ളൂ. അവന് കാശ് കിട്ടി, ആ കാശ് അതിന് മണ്ടയ്ക്കും പോയി. മനസ്സിലായി? ഇത് വരുന്നിടത്ത് ലോഡ് ഇവിടെ എത്തി. ഒരു ലോറി വരുന്നു, അത് 5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ആ ലോറിക്കകത്ത് 10 ചാക്ക് വെച്ചിട്ട് 5 എടുത്ത് വെച്ചിട്ട് കൊടുക്കുമ്പോൾ 50 ചാക്ക് ഉണ്ടാകുന്ന ലോറിക്കകത്ത് നിന്ന് 10 ചാക്ക് ഇവിടെ 10 ചാക്ക് ഇവിടെ. ഇത് പോയി, അയാൾക്ക് കാശ് കിട്ടി, അയാൾ പോയി. തോട്ടംകാരൻ സേഫാടേ. മനസ്സിലായോ? അവസാനം നിൽക്കുന്ന ഈ പാവപ്പെട്ടവൻ 10,000 രൂപ കൊണ്ട് ഊമ്പാൻ വന്നിട്ട് അവനെയൊക്കെ പിടിക്കാൻ വരുന്ന പോലീസിനൊക്കെ എന്ത് ചെയ്യും? അവരെ പിടിക്കരുത് ശരിക്കും. അവര് കൊടുത്ത് മേടിച്ച് അങ്ങ് തലേ പോയി ആ തോട്ടം പിടിക്കും. ഈ കേരളത്തിലുള്ള തോട്ടമൊക്കെ പണ്ടുള്ള പോലീസുകാർ കത്തിച്ച് കളഞ്ഞാണ്. നല്ല കഞ്ചാവാണ്, അത് വെറുതെ കത്തിച്ച്. ഇടുക്കി ഗോൾഡൊക്കെ പോയടേ. ഇപ്പൊ ആന്ധ്രയിലൊക്കെ കച്ചറ സാധനം മേടിച്ച് പിള്ളേർ വിഷം മേടിച്ചടിക്കുക. എന്നാൽ ഇത് മര്യാദയ്ക്ക് ഒന്ന് കൃഷിയൊക്കെ നടത്തി ആ ഗവൺമെന്റിന് അന്ന് ഇത് ഒന്ന് ലീഗലാക്കി ഇവർക്കൊക്കെ കൊടുക്കുകയെന്ന് എല്ലാവരും നമ്മുടെ കേരളത്തിൽ വന്നേനെ. ഇന്ന് ഇന്ത്യ മുഴുവൻ കേരളത്തിലെത്തിയാണ്. ഈ കാശ്മീർ ഒന്നും പോകത്തില്ല. ടൂറിസം ഡെവലപ്പ് ചെയ്തതിന് ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസ്. ആംസ്റ്റർഡാമിലെ മെനുവിലുള്ള പേരാണ് ഇടുക്കി ഗോൾഡ്. അതെങ്ങനെ വന്ന അവിടെ? എല്ലാവർക്കും അറിയാം ഈ സ്ട്രെയിൻ ഭയങ്കര പവർഫുൾ ആണ്. നല്ല ഒരു തരം എന്തോ ഒരു ബ്രീഡാ ആ കഞ്ചാവ്. വേടനൊക്കെ പിടിച്ച് കാര്യമില്ല, പോരാ. ഇല്ല, വേടനെങ്കിൽ എത്ര 10 കിലോ പിടിച്ചിട്ട് കാര്യമുണ്ടോ? എന്താ എടാ, 10 കിലോ മേടിച്ചിട്ട് അവൻ 10 കിലോ ഒന്നിച്ചങ്ങ് തിന്നുമല്ല. മനസ്സിലാകുന്നുണ്ട്? ഇപ്പൊ ഒരു വീട്ടിൽ ഒരു 5 കിലോ അരി ഇരുന്ന അന്ന് മൊത്തം ഈ അരി എടുത്തങ്ങ് തിന്നുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനല്ല. ഇവൻ ചിലപ്പോൾ 10 കിലോ ഉണ്ടെങ്കിലും ഒരു വർഷം കൊണ്ട് അടിക്കുന്നെങ്കിലോ, അവൻ കൺട്രോൾഡ് യൂസർ ആണെങ്കിലോ, എന്ത് സാധനം ആയിക്കോട്ടെ, ഇപ്പൊ പിടിക്കുമ്പോൾ അങ്ങ് കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് മൊത്തം അന്നങ്ങ് വിഴുങ്ങാൻ പോവാണ്. അങ്ങനൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഞാനാണെങ്കിൽ ചിലപ്പോൾ ഒരു 3 മാസം എടുത്തായിരിക്കും ചിലപ്പോൾ ഒരു തരി വല്ലതും അടിക്കുകയോ 2 പെഗ് അടിച്ച് തീർക്കുകയോ ചെയ്യുന്നത്. എൻ്റെ ഒരു കുപ്പി ഇരിപ്പുണ്ട്. ആ കുപ്പി ഇരിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. ഞാൻ ചിലപ്പോൾ ഒരു ദിവസം എടുത്തിട്ട് 2 പെഗ് അടിക്കും. അന്ന് അവിടെ വന്നിട്ട് എടുത്ത് മാത്രം ഭയങ്കര കള്ളുകൂടിയാണല്ലേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ ഒരു ലോജിക്കേ ഉള്ളൂ ഇവന്മാരുടെ ഊളത്തരത്തിന്. മനസ്സിലായി? ഒരുത്തരെ പിടിക്കുമ്പോൾ അവൻ കഞ്ചാവടിക്കാരനായി. കഞ്ചാവ് കൊണ്ട് നടന്നു കഴിഞ്ഞിട്ട് കഞ്ചാവടിക്കാരനാവണോ നിർബന്ധമൊന്നുമില്ല. കഞ്ചാവ് അടിക്കുന്നവനും പ്രശ്നക്കാരനല്ലെന്നേ. പ്രശ്നം ഉണ്ടാക്കുന്നവരെ പിടിക്കും. ഇവിടെ കഞ്ചാവ് അടിച്ചവരെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നേ. ഏറ്റവും വലിയ പ്രശ്നക്കാരനെ ആരെങ്കിലും പിടിക്കുവോ? ഈ ഖജനാവൊക്കെ മുക്കുന്ന എന്തടിച്ചിട്ടാ അല്ലേ? കറപ്ഷൻ. ഈ പാലം പൊളിഞ്ഞില്ല, പാലാരട്ടം പാലം പണിഞ്ഞവരെല്ലാം കഞ്ചാവടിക്കാരാണ്. എന്തോരം പാലം പൊളിയുന്നു, എത്ര റോഡ് പൊളിയുന്നു. മെഡിക്കൽ കോളേജ് പൊളിഞ്ഞു വീണു. അവിടെ മൊത്തം MDMA ആണ്. MDMA വെച്ചാ പണിതത്. അതുകൊണ്ട് ഇത് ഇടിഞ്ഞു വീണു എന്നൊക്കെയാണ് പറയുന്നത്. അവരെ പിടിക്കുക. ഈ പാവപ്പെട്ടവൻ ഏതാണ്ട് എന്താ 500 രൂപയുടെ പിടിച്ചിട്ട് അവന്റെ നാണം കെടുത്തി അവനെ കൊണ്ട് അകത്തിട്ട് അവനെ ചിലപ്പോ അടിച്ച് അവൻ പിന്നെ ഇറങ്ങി വന്ന് ഇതല്ലാതെ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ലാത്തതിനെ പിടിച്ചിട്ട് ഫോട്ടോ എടുത്ത് പത്രത്തെ ഇടുന്നതിനകത്ത് യാതൊരു അഭിപ്രായവും ഇല്ല. അവൻ ചീത്തപ്പേര് മാറത്തില്ല. അവൻ പിന്നെ ജീവിതകാലം മൊത്തം വിറ്റേ പറ്റത്തുള്ളൂ. അവന് വേറെ പണി കിട്ടൂ. എവിടെ ചെന്നാലും അവൻ എന്തായിരിക്കും പറയുന്നത്? കഞ്ചാവ് വിറ്റ് കിടന്നാലല്ലേ നിനക്ക് എങ്ങനെ വേണം തരും? അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവനെ റീഹാബ് അല്ലേ. ഈ ജയിലിൽ കയറി അതിലും വലിയ കഞ്ചാവടിക്കാരായിട്ടാണ് പരിചയപ്പെടുന്നത്. ഹോൾസെയിൽ ഡീലർ നേരിട്ട് ലിങ്ക് ആയെന്ന്. എന്നിട്ട് ഇവര് അടുത്തടുത്തിട്ട് പോവാ. ആകത്തും കിട്ടും. അതാ വേറെ രസം. ആരാണ്ടെങ്കിൽ ആ കൊറിയയിലും കണ്ട് പൂച്ചയുടെ കഞ്ചാവ് ഡ്രഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമേരിക്ക മെക്സിക്കോ തുടങ്ങിയിട്ട് കുറെ വർഷമായി ഡ്രഗ് രണ്ടും ഒന്ന് തന്നെ. അപ്പൊ
ഈ പറഞ്ഞ പരിപാടി കണ്ടിട്ട് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്ത്യയിൽ ഒട്ടും പറ്റത്തില്ല. കാരണം അത്രയും പോപ്പുലേഷനാണ്, ഇവർക്കൊന്നും പണിയില്ല, പിന്നെ അടിച്ച് പറ്റൂടെ. ഈ നശിച്ച രാജ്യത്തൊക്കെ ജീവിക്കുന്നവർ ഇത് അടിച്ചില്ലേ വേറെ എന്ത് ചെയ്യാനാ? പിന്നെ പഴയതുപോലല്ല കേട്ടോ, പഴയതിലൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ അടിക്കാരും പഴയ അടിക്കാരും തമ്മിലുള്ള വ്യത്യാസമുണ്ട് കേട്ടോ എനിക്ക്. അതായത് പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ബാറ് കള്ളു കുടിച്ചു അല്ല കഞ്ചാവ് അടിച്ചു, എന്ത് ചെയ്താലും നമ്മൾ ഈ മുക്കിന് നിന്നുള്ള അടികളില്ലേ, കഞ്ചാവ് തന്നെ എടുക്കാം. ആ അടിക്കകത്ത് പണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പലരും അവിടെ നിന്ന് നാട്ടിലെ കാര്യങ്ങൾ പറയും, ചില പൊരുത്തം പാടും, രാഷ്ട്രീയം പറയും, ഇങ്ങനെയൊക്കെ പറയും. എന്നിട്ട് ചിലപ്പോൾ ഇവർ ഇറങ്ങി അങ്ങോട്ട് നടക്കും. ഞാൻ നടക്കുമ്പോഴായിരിക്കും അപ്പുറത്ത് വേറൊരു രാഷ്ട്രീയം പറയുന്നത്, അവരും അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ അവർ തമ്മിൽ അടിയും ബഹളമൊക്കെ സ്ഥിരം മുക്കിന് അടി നടക്കുവാണ്, അല്ല ബാറിലടി. ഇപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പിള്ളേർ അടിച്ചു കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട്, ഇൻസ്റ്റ ഉണ്ട്, റീൽസ് പൊട്ടൻ. ഇതാരാ മൈത്രേനും മൈത്രേനുള്ളി ഇങ്ങനെ ഇരുന്ന് പൊട്ട റീലൊക്കെ കണ്ടിട്ടാണല്ലോ. പിന്നെ എല്ലാം ഇങ്ങനെ ഇരുന്നു അവിടെ സ്പീക്കർ ഇവിടെ വെച്ചുകൊണ്ട് ഇതും കേട്ടിക്കൊണ്ട് അവിടെ എവിടെയെങ്കിലും കുത്തി പിടിച്ചിരിക്കും. ആ ശല്യം അങ്ങനെ ഒഴിവായത്. ഇവർക്ക് എന്റർടൈൻമെന്റ് ഉണ്ട്, പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി എന്റർടൈൻമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് കൃത്യമായിട്ട് അടിക്കാൻ തന്നെ ഒരു ദിവസം അങ്ങ് ആൾക്കാർ പ്ലാൻ ചെയ്യും. ഇപ്പൊ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പാർട്ടീസ് നടക്കുമ്പോൾ യൂറോപ്യൻസ് ഒക്കെ അവിടെ വരും. അത്രയും ദിവസം കട്ടപ്പണി എടുത്തിട്ട് നടക്കുന്നവരാ. അവരല്ലാതെ രാവിലെ തൊട്ട് കഞ്ചാവടിച്ച് നടക്കുന്നവരല്ല അവിടെ വന്ന് കിടന്ന് തുള്ളുകയും മതിക്കുകയൊക്കെ ചെയ്യുന്നത്. സകല ഡ്രഗ്സ് കുടിക്കും അവര്. അവരടിക്കുന്ന ഡ്രഗ്സ് നമ്മൾ അടിച്ചാൽ ചത്തു. അവരടിക്കുന്ന ക്വാണ്ടിറ്റി നമുക്ക് അടിക്കാൻ പറ്റത്തില്ല, കാരണം സാഹിബിന്റെ എനർജിയും അവന്റെ ആരോഗ്യമൊക്കെ വേറെയാണ്. ഇതൊക്കെ നല്ലോണം അടിക്കുന്ന ആൾക്കാർ അവിടെ വന്ന് ഫുൾ അടിച്ചാലും അവിടെ ഒരു അടി നടക്കത്തില്ല, ഒരു കച്ചറ ഉണ്ടാകത്തില്ല. അവിടെ താൻ എവിടെയെങ്കിലും പോലീസിനെയോ അല്ലെ ബൗൺസേഴ്സിനെ കാണുന്നുണ്ടോന്ന് സെർച്ച് ചെയ്ത് നോക്കി. ഇപ്പൊ നേരെ എടുത്തിട്ട് ടുമോർലാൻഡ് മറ്റേ പാർട്ടീസ് ഉണ്ടല്ലോ, റേവിനകത്ത് നോക്കിയാൽ പല വേഷത്തില്, പല രൂപത്തില്, പല ഡാൻസ് കളിക്കുന്നവര് ഒരാടെ ദേഹത്ത് പോലും തട്ടാതെ അവിടെ പറമ്പിലൊക്കെ കിടന്ന് കളിക്കുന്നതാണ് ഓരോരുത്തര്. ഒരു പോലീസും വേണ്ട. ഇവിടെ ഉള്ളവർ ഒരു പാട്ടച്ചാരായി അടിച്ചിട്ട് വേറെ കച്ചറ റമ്മൊക്കെ മേടിച്ച് അടിച്ചിട്ട് ജവാനും മേടിച്ചിട്ട് അടിച്ചിട്ട് ഏതെങ്കിലും അമ്പലപ്പറമ്പ് വന്നിട്ട് മുന്നിൽ കിടന്ന് ഈ ഇടയെന്ന് കണ്ടിട്ടുണ്ടോ ചെളിക്കകത്ത് കിടന്ന്. എന്നിട്ട് പോട്ടെ, അവിടെ ഒരു അടിയും പൊട്ടും, അല്ലെങ്കിൽ ഒരു ആനയ്ക്ക് മതമുള്ളത് ഉടനെ ഒരു ആന വന്ന് ചവിട്ടിക്കൊല്ലും. ഇവിടെ ഇതിലും വലിയ പാർട്ടി നടക്കുന്നത്. അവിടെ ഇതിലും കൂടുതൽ ഡ്രഗ്സ് അടിക്കുന്നവരാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഡ്രഗ്സിന് മാത്രം അങ്ങനെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. ഡ്രഗ്സിന്റെ കുഴപ്പമല്ല പകുതിയും, ഇത് ഉപയോഗിക്കാൻ അറിയാത്തവന്റെ കിട്ടിയ പ്രശ്നമാണ്. അവനത് ഉപയോഗിക്കാൻ പഠിക്കണമെന്ന് മൈത്രേയും പറയുന്നതിനകത്ത് ഒരു കാര്യം അതാണ്. ഇവരിത് ഉപയോഗിക്കാൻ പഠിച്ച് ഇവർ അതുപോലത്തെ സാധനങ്ങളിൽ പോയി ബിഹേവ് ചെയ്യുകയും ചെയ്യും. മിസ്ബിഹേവ് ചെയ്യാനുള്ള സാധനം അല്ല ഇത്. നമുക്ക് എൻജോയ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അടിക്കുക, ചിരിക്കുക, ഉല്ലസിക്കുക, സന്തോഷിക്കുക. പിന്നെ ഒരിക്കലും നമ്മൾ അടിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം അടിക്കരുത്. ഇപ്പൊ പോട്ടെ, അവിടെ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാന്ന് വിചാരിക്കരുത്. അവർക്ക് ആ മൂഡില്ലെങ്കിൽ അവരുടെ ഡെസ്പോ അല്ലെ എന്തെങ്കിലും സീനാണ് അവർ അടിച്ചിട്ട് അവിടെ പോയാലും അവർക്ക് രസിക്കത്തില്ല. ഇത് തന്നെ ചിലപ്പോൾ അവരുടെ മെക്കിട്ട് കയറാൻ തോന്നുന്നത്, അല്ല അവിടെ തിന്ന സങ്കടം വരികയും ചെയ്യും. ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ് കൂടുതൽ പേര് അടിക്കുന്നത്. അല്ലാതെ ഇത് മെഡിക്കലായിട്ട് യൂസ് ചെയ്യണം, മനസ്സിലായോ? അല്ലെങ്കിൽ ഓവർഡോസ് ആയി പോകും. ഓവർഡോസ് അടിച്ചാൽ പോയി. അപ്പൊ നമ്മുടെ ബ്രെയിൻ സെൽസ് വീക്ക് ആവും, നെർവസ് പ്രശ്നങ്ങളുണ്ടാവും. ഒന്ന് നെർവ്, ഒന്ന് ബ്രെയിൻ, ഈ രണ്ട് സ്ഥലത്തോട്ടാ പോകുന്നത്. പിന്നെ കിഡ്നി, ലിവർ, ലങ്സ്, പിന്നെ ഗ്യാസ്ട്രോ, എല്ലും പോകുന്നു അല്ലേ? പോണോ? അവർക്ക് പോണം, ഞാനും പോവാ. ബൈ. ഞാനെങ്ങനെ അവര് പറഞ്ഞ ഞാൻ പോകും. അങ്ങനെയൊക്കെ ഇവര് നമ്മളെങ്ങനെ എല്ലാം എപ്പോഴും ഞാൻ തന്നെ ഇങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. ഇവർ ഇത്രയും പേരോട് നിൽക്കുന്ന കാണാൻ പറ്റില്ല. അവരെ ക്യാമറ കാണുന്നില്ലെന്നല്ലേ ഉള്ളൂ. നമ്മളോട് എപ്പോഴും ഒത്തിരി ആൾക്കാരെ കാണൂടെ. പിന്നെ ഞാനങ്ങനെ പുറത്ത് പറയാതെ എനിക്ക് കൂട്ടുകാരില്ലെന്നൊക്കെ ഇവരുടെയൊക്കെ വിചാരം. ഇഷ്ടംപോലെ ഫ്രണ്ട്സ്. വേറെന്താ, ഡ്രഗ്സിനെ പറ്റി പറഞ്ഞാൽ തീരത്തിലുള്ളൂ. കിലോ കണക്കിന് ഡ്രഗ്സ് വരുന്ന സ്ഥലത്ത് ഒരു 1/2 കിലോ ഡ്രഗിനെ പറ്റി പറയാതിരിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. ഈ പറഞ്ഞ സ്കൂള് പരിസരത്ത് ഇത് കിട്ടരുത്. അവിടെ നിർബന്ധമായും പോലീസ് നോക്കി നിൽക്കണം. അല്ലാതെ എന്റെ വീട്ടിലല്ല മൈരെ വരേണ്ടത്. നീ അവിടെ അത്രയും നടക്കുന്ന അറിഞ്ഞിട്ട് നിനക്ക് നാണം ഉണ്ടോടാ എന്റെ വീട്ടിൽ വന്ന് കയറാൻ? അത് ഇത്രയും പെർഫെക്റ്റ് ആൻഡ് ഓക്കെ ആയ ടാൻ കോൺ ബാക്ക് ആയിട്ടിരിക്കുന്ന എന്നെ വന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഈ മണ്ടന്? കഴിഞ്ഞ 13 വർഷമായിട്ട് ഞാൻ വീഡിയോ ഇടുന്ന അന്ന് മുതൽ എന്നെ കഞ്ചാവ് വിളിച്ചിട്ട് ഇപ്പൊ എല്ലാവരുടെയും വിചാരം ഞാൻ കഞ്ചാവ് ആണെങ്കിൽ ഇന്ന് കഞ്ചാവ് അടിക്കുന്നവർ വളരെ മാന്യന്മാരാണെന്ന് കൊച്ചു കുട്ടികൾ തെറ്റിദ്ധരിക്കും എന്നെ കണ്ട. മനസ്സിലാകുന്നുണ്ടോ? ഇത്രയും കഞ്ചാവ് അടിച്ചിട്ട്, അതായത് ഞാൻ ഡെയിലി 2-3 വീഡിയോ ഇടും. എല്ലാ വീഡിയോയ്ക്കും കഞ്ചാവ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കഞ്ചാവ് അടിക്കുന്നതിന് ഒരു പ്രശ്നമായിരുന്നെങ്കിൽ പിന്നെ കഞ്ചാവിന് എന്താ പ്രശ്നം? എനിക്കെന്തോ കുഴപ്പമുണ്ടോ? ഞാൻ എവിടെയെങ്കിലും മിസ്ബിഹേവ് ചെയ്യുന്നുണ്ടോ? എവിടെയെങ്കിലും കച്ചറ ഉണ്ടാക്കുന്നുണ്ടോ? വണ്ടി സ്പീഡിൽ ഓടിക്കുന്നില്ല, കല്ലുണ്ടാക്കുന്നില്ല, അലമ്പുണ്ടാക്കുന്നില്ല, മുടിയും താടിയുണ്ട്. അത് അന്നും ഇന്നും ഒക്കെ ഉണ്ട്. എനിക്ക് ചിലപ്പോൾ മുടി വെട്ടാൻ തോന്നുന്നു, ഞാൻ മുടി വെട്ടാറുമുണ്ട്. അത്രയും ദിവസം ഞാൻ കഞ്ചാവ് അടിക്കത്തില്ലെന്നാണ് ഇവര് വിചാരിച്ചത്. ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്? മുടി വെട്ടുമ്പോൾ തന്നെ കഞ്ചാവടി വെട്ടിയിട്ടേ മുടി വെട്ടത്തുള്ളൂ. മുടി വെട്ടി കഴിഞ്ഞാൽ പിന്നെ കഞ്ചാവ് അടിക്കാൻ പറ്റില്ല. കാരണം കഞ്ചാവ് അടിച്ച കിക്ക് കിട്ടത്തില്ല. കാരണം മുടി ഉണ്ടെങ്കിലേ കിക്കുള്ളൂ. മുടിയും താടിയില്ലാത്തവർക്ക് എന്ത് കിക്ക്? അങ്ങനത്തെ മണ്ടത്തരമൊക്കെയാണ് നടക്കുന്നത്. സ്കൂളിൽ കിട്ടരുത്.
അതല്ലാതെ പിള്ളേരെ ശ്രദ്ധിക്കണം. എന്നാൽ ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു കുട്ടി ജനിച്ച് വളർന്ന് അവനെ നശിച്ചു കഴിയുമ്പോൾ ഏറ്റവും അവസാനം എടുക്കുന്ന സാധനമായി കഞ്ചാവ്. അല്ലെങ്കിൽ എന്ത് ഡ്രഗ്സ് ആണെങ്കിലും എന്തെങ്കിലും സാധനമാണെങ്കിൽ എല്ലാം അടിക്കും. എങ്ങനെയാണെന്നറിയോ? വളരെ നീറ്റായിട്ട്. അവനറിയാം അവന് വേറെ പ്രശ്നം ഉണ്ടായിട്ട് അടിക്കുന്നില്ലെന്ന് അവനറിയാം. ഇതിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ അടിക്കാൻ പറ്റും, എൻജോയ് ചെയ്യാൻ അടിക്കും. അവരടിക്കുമ്പോൾ ആ മൂടേ വരത്തുള്ളൂ. അതും പറഞ്ഞുകൊണ്ട് അവൻ ഡെയിലി ഇത് അടിക്കാനും പോകുന്നില്ല. കാരണം അവനത് അറിയാം, ആ സമയത്ത് അടിച്ചാൽ ഒരു രസമുള്ളതെന്ന് അവന് മനസ്സിലാവും. മറ്റവർക്ക് അതല്ല, ഡെയിലി വേദനയാണ്, എങ്ങനെ പെയിൻഫുള്ളാ, എന്ത് ചെയ്യും, ഒന്നും ചെയ്യാനില്ല. അവനോട് ആരും മിണ്ടാൻ പോലും കാണത്തില്ലല്ലോ. ആകെ ഈ അടിക്കമ്പനിയെ കിട്ടത്തുള്ളൂ. ഈ ഒറ്റപ്പെട്ടിരിക്കുന്നവരെ പ്രത്യേകം നിന്ന് ഡ്രഗ് മാഫിയക്കാരൊക്കെ തപ്പിയെടുക്കും. പെഡ്ലേഴ്സ് കൊണ്ടുപോയിട്ട് ഇവരെ തപ്പി പിടിച്ചിട്ട് ഇച്ചിരി ടെൻഡൻസി ഉള്ള ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവനെ കൊണ്ട് അവന്റെ കാശ് കൊടുത്ത് മേടിപ്പിച്ചിട്ട് ഇവന് ഫ്രീ അടിക്കാം. അപ്പോൾ എനിക്കൊരു 5 പൊതി കൊടുത്താൽ 1 പൊതി ഫ്രീയാ. അല്ലെങ്കിൽ 5 ആംബ്യൂളാണ് കൊണ്ടുവരുന്നെങ്കിൽ 1 ആംബ്യൂൾ എനിക്ക് കിട്ടും. അപ്പൊ എനിക്ക് 5 ആംബ്യൂൾ വിൽക്കാനുള്ള ആളെ കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ നോക്കും ഇതിനകത്ത് ഈ 5 പേര്, ഇവൻ കൊള്ളാം, ഇവനെ കണ്ടറിയാം, ഇവൻ അടിക്കാരനാകും, നാളെ ഒരു അടിക്കാരനാകാൻ സാധ്യതയുണ്ട്. കാരണം അവന്റെ വീട്ടിൽ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. ഇവന്റെ അപ്പൻ ഗൾഫിലാ, അമ്മ മാത്രമേ ഉള്ളൂ. അല്ല, അമ്മ ഒറ്റയ്ക്കാ. അപ്പൊ ഇവനെ വളർത്തുന്നത് അത്ര ശരിയാവില്ലെന്ന് മനസ്സിലായി. ചില വല്യപ്പനും മാത്രം വളർത്തിയ വീടുകളിൽ നോക്കുക, എല്ലാം ഡ്രഗ്സ് അടിക്കുന്ന പിള്ളേരായിരിക്കും കൂടുതൽ. കാരണം അവർക്ക് അത്രയും പ്രശ്നങ്ങളുണ്ട്, പേരൻസ് ഇല്ല. അന്നൊക്കെ ഒത്തിരി പേര് ഇങ്ങനെയുണ്ട്. പിന്നെ ഹോസ്റ്റൽ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ സൂപ്പർ. കൊച്ചുമക്കൾ ഒട്ടും ശ്രദ്ധിക്കരുത്. വല്യപ്പനും വളർത്തിയാൽ പോയി. അപ്പോൾ ഇങ്ങനെ വളർന്നു വരുന്ന സ്ഥലത്തെല്ലാം ഈ അളിയന്മാരെത്തും. അവനെ കമ്പനി അടിക്കും പുറത്തൊക്കെ വെച്ചിട്ട്. അടിക്കണം, പൊളിയല്ലേ മച്ചാനെ ഒന്ന് അടിച്ച്, ആഹാ നാളെ തൊട്ട് സന്തോഷം കൂടുക. പിന്നെ ലാസ്റ്റ് വല്യപ്പനെയും വല്യമ്മയും കൂടെ തല്ലി കൊന്നു കഴിയുമ്പോഴത്തേന് ആ പടം തീരും. എൻഡ് ശുഭം. തുടരും, അവൻ തുടരും, അവൻ അടി തുടരും, ഞാൻ അടി തുടരും എന്ന് ഫീച്ചർ വരും. അന്നല്ല കഞ്ചാവിന്റെ ദോഷവശം അല്ല ഈ കാണുന്നേ. ഇത് ഈ സമൂഹത്തിൽ മനുഷ്യന് ഈ കുട്ടികളെ വളർത്തുന്നതിന്റെ ദോഷവശങ്ങളാണ് ഈ കാണുന്നത്. പേരന്റിങ് അല്ലേ? പേരന്റിങ്ങിനെ പറ്റി പറയാൻ അടുത്ത ദിവസം ഇതുപോലത്തെ ആൾക്കാരൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ അതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിന്റെ അവസാനമാണ് ഈ സാധനം കയറ്റി ആരെങ്കിലും അടിച്ചു പോകുന്ന പാവങ്ങളെയൊക്കെ പിടിച്ചിട്ട് അവൻ വലിയ കഞ്ചാവടിക്കാരനാണ്, വേറെ വലിയ കഞ്ചാവടി കച്ചവടക്കാരനാണെന്നൊക്കെ പറഞ്ഞാൽ ദാവൂദ് ഇബ്രാഹിമൊക്കെ നാണം കിട്ടും, നാറിപ്പോവും. അവർക്കൊരു വിലയില്ലേ? കേരള പോലീസിന്റെ ഇങ്ങനെ ഇവിടെ കേരളത്തിലുള്ള ഇത്രയും പിടുത്തം. ഇവിടെ ഉള്ളവർക്ക് ഇത് കേൾക്കാൻ ഭയങ്കര രസമാണ് ഈ വാർത്തകളിലെ. അപ്പൊ സെലിബ്രിറ്റീസിനെയൊക്കെ പിടിക്കുമ്പോൾ വാർത്തയാക്കാമല്ലോ, അവനെ പിടിച്ചു, ഇവനെ പിടിച്ചു, ഭയങ്കര കഞ്ചാവ് വേട്ട. കഞ്ചാവ് വേട്ടയാണ് നടക്കുന്നത്. ഇത് കഞ്ചാവ് വേട്ടയെ പറ്റി നമ്മളൊന്നൊരു കോമഡി പറഞ്ഞാലോ. എടാ ഇപ്പഴത്തെ ഈ വേട്ട കഴിഞ്ഞാൽ നടന്നേക്കെന്നറിയോ? കഞ്ചാവ് വേട്ടയൊക്കെ നല്ലപോലെ വേട്ട നടത്തി. ഇനിയിപ്പോ ഒരു 6 മാസമോ 7 മാസമോ എടുക്കും. കാരണം അടുത്ത് ഈ കഞ്ചാവ് ചെടി വളർന്ന് വന്ന് അത് പൂത്ത് അതിന് ഈ ചാക്കിലൊക്കെ ആക്കി ഉണക്കി അത് നമ്മുടെ നാട്ടിൽ എത്തണ്ടേ? അതുവരെ നമ്മൾ സേഫ് ആണെന്ന് മനസ്സിലായോ? കണ്ടത് കൊണ്ടൊന്നും എല്ലാം പിടിച്ച് കത്തിച്ച് കളഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാതെ അത് അവർക്ക് താമസിക്കുന്ന പോലെ ഇരിക്കും ഇവിടെ. അല്ലാതെ ഇവർക്കൊന്നുമില്ല. ഇവരിപ്പോഴും എന്തുകൊണ്ടാണ് പിടിക്കുന്നത്? ഇത് നാണമില്ല ഇങ്ങനെ പിടിക്കാൻ. അയ്യേ, എല്ലാ ദിവസവും ബസ്സേ കയറി പിടിക്കുന്ന സവാദും ഈ പോലീസുകാർ എന്നും ചെന്ന് പിടിക്കുന്ന ഇവരും തമ്മിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. അവൻ വേറെണ്ണത്തെ പിടിക്കുന്നു, ഇമാർ യുവത്തെ പിടിക്കുന്നു. ഇതിനകത്ത് ആര് പിടിക്കുന്ന ഇഷ്ടം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സവാദ് പിടിക്കുന്ന ഇഷ്ടം. അത്രേ ഉള്ള നാളെ ഇതെന്തിനും രോഗം വല്ലതാണ്? സവാദിന് എന്തെങ്കിലും അങ്ങനത്തെ അസുഖമാണെന്നെങ്കിലും പറയാം. ഇങ്ങനെ പിടിക്കുന്നത് പോലീസുകാർക്കെല്ലാം പൊതുവെ ഒരു അസുഖമുണ്ടോ? ഇതുപോലത്തെ ചെന്ന് പിടിച്ചോണ്ടേ ഇരിക്കുക. ഇവർക്ക് എന്തെങ്കിലും നിർത്താൻ പറ്റാത്ത ഇത്രയും കൊല്ലമായിട്ട് പറ്റുന്നില്ല. വർഷം കുറേ കഞ്ചാവ് ബാൻ ചെയ്തിരിക്കുന്നത് 82, 80 ആ കാലഘട്ടത്തിലൊക്കെയാ. അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി. ഇപ്പൊ 45 വർഷമായി. പിടുത്തുവാ, പിടിച്ചു മടത്തല്ലേടേ. പിടിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ല രായപ്പ. അപ്പൊ ശരി, ബൈ.